Check. Hello. Hello. Yes. Yes. Now we will start. Mic issue clear. So we can start the first chapter, that is okay. Now we will cover 7 chapters. Now public exam chance questions discuss 7 chapters we cover. Now, previous year questions type most probably public examinations. But chapter you study these questions you work out because this type of questions are the physics exam. This is the questions. We will discuss in the chapter effects of electric current, why the pravahathinte phalangalanu. Namukku nokkana endokkeyanu ee chapter le questions pradhanapetta questions namukku nokkam. So nokkam. Onnam padajodiyile bandham kandetti രണ്ടാം പദജോഡി ബന്ധം പൂർത്തി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻകാൻഡസെന്റ് ലാമ്പ് ആണ്, അതിൽ ടങ്സ്റ്റൺ ആണ് കൊടുത്തത് അല്ലേ? അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്? ടങ്സ്റ്റൺ. ഓക്കെ, നെക്സ്റ്റ് ഹീറ്റിംഗ് അപ്ലയൻസ് ചോദിച്ച് താപനോപകരണം അല്ലേ? അതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നുള്ള പറയേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മെയിൻ പാർട്ട് എന്താണ്? അതെന്താ? ഫിലമെന്റ് ആണ്. ഫിലമെന്റ് ഉണ്ടാക്കിയത് ടങ്സ്റ്റൺ ഉപയോഗിച്ചാണ്. അതുപോലെ താപനോപകരണം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? താപനോപകരണം എന്താണ് ശരിക്കും? അത് ഹീറ്റിംഗ് കോയിൽ ആണ് അല്ലെ? പ്രധാനപ്പെട്ട ഭാഗം അത് ഉണ്ടാക്കിയത് എന്തുപയോഗിച്ചാണ്? നിക്രോം ഉപയോഗിച്ചാണ് എന്തുണ്ടാക്കിയത്? നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞത് ഓക്കെ ആണോ? Yes, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. That is നിക്രോം. നിക്രോം ഓക്കെ ആണല്ലോ? അപ്പൊ നിക്രോം ആണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ വേറെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബന്ധം കൃത്യമായി മനസ്സിലാക്കുക, പിന്നെ പൂരിപ്പിക്കുക. ഓക്കെ, ഇനി സർക്യൂട്ട് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മക്കളെ നോക്കടാ, സർക്യൂട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ രണ്ട് സർക്യൂട്ടും ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? In which circuits the resistors get the same voltage? ഇതിൽ ഏത് സർക്യൂട്ടിലാണ് റെസിസ്റ്ററുകൾക്ക് ഒരേ വോൾട്ടത ലഭിക്കുക എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഒരേ വോൾട്ടത ലഭിക്കുന്നത് ഏത് സർക്യൂട്ട്സിനാണ് എന്നാണ്. മക്കൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പീക്കാണോ ക്യൂനാണോ റെസിസ്റ്റർ പ്രതിരോധങ്ങൾക്ക് ഒരേ വോൾട്ടേജ് കിട്ടുക എന്നുള്ളത്? ഒന്ന് വേഗം പറഞ്ഞേ നോക്കട്ടെ. നിങ്ങൾ കമന്റ് ചെയ്തേ, ആർക്കാണ് ഒരേ വോൾട്ടേജ് കിട്ടുക എന്നുള്ളത്? വേഗം കമന്റ് ചെയ്യണേ, പെട്ടെന്ന് കമന്റ് ചെയ്യും. ആർക്കാണ് ഒരേ വോൾട്ടേജ് കിട്ടുക എന്നുള്ളത്? പെട്ടെന്ന് കമന്റ് ചെയ്യും നോക്കട്ടെ. പീക്ക് ആണോ ക്യൂ? ഇതിൽ ഏത് സർക്യൂട്ടിലെ പ്രതിരോധങ്ങൾക്കാണ് ഒരേ വോൾട്ടേജ് കിട്ടുക? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പറഞ്ഞോ നോക്കട്ടെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, പറഞ്ഞോ. ഒന്നാമത്തേതിലാണോ രണ്ടാമത്തേതിലാണോ? ഒരു കാര്യം നമുക്ക് അറിയാം, ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചതെങ്കിൽ അവിടെ വോൾട്ടേജ് തുല്യമായിരിക്കില്ല. സമാന്തരാണെങ്കിൽ വോൾട്ടേജ് എന്താണ്? തുല്യമാണ്. അപ്പൊ ഇതിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചത് ഇതാണ്, അവിടെ എന്തായാലും വോൾട്ടേജ് എന്തല്ല? തുല്യമല്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് സമാന്തരാന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പാരലാന്ന് തോന്നിയിട്ടില്ല, സീരീസ് പോലെ ഉണ്ട് കണ്ടില്ല. പക്ഷെ അവര് സീരീസ് അല്ല, ശ്രേണി അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടും പക്ക ശ്രേണിയാണ്, സീരീസ് ആണ്. എന്നാൽ ഇത് രണ്ടും എന്തല്ല? ശ്രേണിയല്ല, സീരീസ് അല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ ബാറ്ററിന്റെ പ്ലസ് നോക്കടാ, ഇതല്ലേ പോസിറ്റീവ്,
ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് ഒക്കെ ഈ യെല്ലോ ലൈനിൽ കാണിച്ചു കണ്ടോ ആ യെല്ലോ കളറിൽ കാണിച്ചൊക്കെ എന്താണ് ഒരേ പൊട്ടൻഷ്യലാണ് ഓക്കെ ഇനി ഞാൻ വേറെ കളറിൽ കാണിക്കാം റെഡ് ആയിക്കോട്ടെ ഈ നെഗറ്റീവ് കണ്ടോ അത് വേറെ പൊട്ടൻഷ്യലാണ് ഈ റെഡ് കാണിക്കുന്ന ഈ ലൈൻ ഒക്കെ സെയിം പൊട്ടൻഷ്യലാ കണ്ടോ ഇത് ഫുൾ എന്താണ് സെയിം പൊട്ടൻഷ്യലാ അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ 100 ഓമിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് അത് റെഡ് മൈനസ് യെല്ലോ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ രണ്ടാമത്തോന്റെ എന്താ റെഡ് മൈനസ് യെല്ലോ അതുകൊണ്ട് രണ്ടാളുടെയും എന്ത് സെയിം ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് സെയിം ആണ് പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുന്ന ഇത് പ്ലസ് ആണല്ലോ അപ്പൊ അതൊക്കെ എന്താണ് ഒരേ പൊട്ടൻഷ്യൽ ഇവിടെ വരെ എന്താണ് ഒരേ പൊട്ടൻഷ്യലാണ് ഇത് ഞാൻ യെല്ലോ ആയിട്ട് കാണിക്കുകയാണ് ഇതൊക്കെ എന്താണ് സെയിം എന്താണ് പൊട്ടൻഷ്യൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക റെഡ് മൈനസ് വൈറ്റ് ആണ് അല്ലെ ഇതിന്റെ എന്താ വരിക വൈറ്റ് മൈനസ് യെല്ലോ രണ്ടും സെയിം അല്ലല്ലോ അല്ല അപ്പൊ ഇത് എന്താ രണ്ടും എന്താണ് ഒരേ വോൾട്ടേജ് അല്ല കിട്ടിയത് ഒരേ വോൾട്ടേജ് അല്ല കിട്ടിയത് എങ്കിൽ ഇവരെന്താണ് ശ്രേണിയാണ് സീരീസ് ആണ് ഇവിടെ നോക്കുക ഒരേ വോൾട്ടേജ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ റെഡ് മൈനസ് യെല്ലോ ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ അതുകൊണ്ട് ഈ രണ്ടാളും എന്താ ഒരേ വോൾട്ടേജ് ആയതുകൊണ്ട് അവർ സമാന്തരാണ് പാരലൽ ആണ് ഇങ്ങനെയാണ് നമ്മൾ അത് നോക്കല് വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഇങ്ങനെ നോക്കിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് സാധനം എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സോ രണ്ടാമത്തേതിലാണ് ഒരേ വോൾട്ടേജ് കിട്ടുക ഏതിലാ മക്കളെ Q എന്ന സർക്യൂട്ടിലാണ് കിട്ടുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R ഇൻ ദ സർക്യൂട്ട് P ഈ P എന്ന സർക്യൂട്ടില് ഈ R1 എന്ന ഇത് R1 ആണ് മക്കളെ R1 എന്ന ഈ ഒരു റെസിസ്റ്ററിന് കിട്ടുന്ന എന്ത് കാണണം വോൾട്ടേജ് കാണണം ഒരു കാര്യം മക്കൾ ഓർത്തോണ്ടി അതായത് ഒരേപോലത്തെ റെസിസ്റ്റർ പ്രതിരോധങ്ങളാണ് ശ്രേണി രീതി ബന്ധിപ്പിക്കുന്നതെങ്കിൽ ഈ വോൾട്ടേജ് ഉണ്ടല്ലോ അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് 10 കൊടുത്താൽ ഇവിടെ 5 കിട്ടും ഇവിടെ എന്ത് ചെയ്യും 5 കിട്ടും ഈക്വൽ ഷെയറിംഗ് ഒരേ പ്രതിരോധം ഒരേ റെസിസ്റ്റൻസ് ആണ് എങ്കിൽ ഓക്കെ ഒരേ റെസിസ്റ്റൻസ് അല്ലെങ്കിലോ ഒരേ റെസിസ്റ്റൻസ് ഇവിടുത്തെ ആൻസർ നമ്മൾ കിട്ടി എന്താ ആൻസർ എന്താ ഇവൻ 5 വോൾട്ട് ഇവൻ 5 വോൾട്ട് തന്നെ അപ്പൊ 5 വോൾട്ട് ആണ് ഇവിടുത്തെ ആൻസർ ബി ക്വസ്റ്റ്യന്റെ ആൻസർ പക്ഷെ നമുക്ക് അത് അല്ലാത്ത കേസിൽ നമ്മൾ എങ്ങനെ കാണും എന്നുള്ള കാര്യം അല്ലെ നോക്കാം നമുക്ക് ഇതെങ്ങനെ കാണാൻ ചോദിച്ചാൽ ആദ്യം നിങ്ങൾക്ക് മൊത്തം വോൾട്ടേജ് തന്നു പ്രതിരോധങ്ങൾ റെസിസ്റ്റൻസുകളും തന്നു നിങ്ങൾ വേഗം ഇതിന്റെ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് വേഗം കാണുക എത്ര ഇതിന്റെ സഫല 200 അല്ലേ മക്കളെ 200 ഓം അല്ലെ ആയിക്കോട്ടെ ഇനി ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ് എത്രയാണ് 10 വോൾട്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ കറണ്ട് നിങ്ങൾക്ക് കാണാം ഈ സർക്യൂട്ടിലെ കറണ്ട് പറഞ്ഞാൽ എന്താ ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ് ബൈ ഈ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് അല്ലെ പ്രതിരോധം അല്ലെ അപ്പൊ ഇവിടുന്ന് ഒഴുകുന്ന ബാറ്ററിയിൽ നിന്ന് ഒഴുകുന്ന കറണ്ട് കാണാൻ പോവാണ് I is equal to V by സഫല പ്രതിരോധമാണ് ദാറ്റ് ഈസ് 10 by 200 ഉണ്ടാവും ഒരു 0 കട്ടാവും അപ്പൊ 1 by 20 ആംപിയർ ഉണ്ടാവും എത്ര ഉണ്ടാവും 1 by 20 ആംപിയർ ആണ് ഇവിടുത്തെ എന്ത് കറണ്ട് ആ കറണ്ട് ആണ് ഈ കൂടെ ഇങ്ങനെ ഒഴുകി ഈ കൂടി ഇങ്ങനെ പോവാ അപ്പൊ ഇവിടുത്തെ കറണ്ട് നമുക്ക് കിട്ടി അല്ലെ എത്രയാണ് 1/20 ആണ് ഇവിടുത്തെ പ്രതിരോധം നമുക്കറിയാം അല്ലെ അപ്പൊ അവിടുത്തെ വോൾട്ടേജ് എങ്ങനെ കാണുക ഇവിടുത്തെ വോൾട്ടേജ് കാണാൻ V is equal to അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ പ്രതിരോധം അവിടുത്തെ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടുത്തെ കറണ്ട് എത്ര മക്കളെ 1/20 ആണ് അവിടുത്തെ റെസിസ്റ്റൻസോ 100 ആണ് സോ ആൻസർ ഈസ് 10/2 ദാറ്റ് ഈസ് 5 വോൾട്ട് കണ്ടോ കിട്ടിയോ ഇതാണ് ചെയ്യേണ്ട കറക്റ്റ് പ്രൊസീജിയർ ഈ പ്രൊസീജിയർ നമ്മൾ ആൻസർ ചെയ്യണം ഓക്കെ പക്ഷെ നമുക്കിവിടെ ഒരേ പ്രതിരോധമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ ഒരേ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ വോൾട്ടേജ് അങ്ങ് ഷെയർ ചെയ്യും ഏതില് സീരീസ് ആണ് ശ്രേണിയാണ് കോമ്പിനേഷൻ എങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോ ഇതിന്റെ ആൻസർ മക്കളെ എത്രയാണ് 5 വോൾട്ട് ആട്ടോ അടുത്ത ക്വസ്റ്റ്യൻ if current due to the applied EMF is flowing through these two circuits for a time of 5 minutes, which circuit will produce more heat energy? Explain. അതായത് ഈ ഒരു സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് സമയം ഇതിലൂടെയും 5 മിനിറ്റ് സമയം ഹീറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഏത് സർക്യൂട്ടിലാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കണം ഏത് സർക്യൂട്ടിലാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക ചോദിച്ചാൽ ഹീറ്റിന്റെ ഇക്വേഷൻ H is equal to V²/R × T എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഈ ഇക്വേഷൻ വെച്ച് ഞാൻ പെട്ടെന്ന് ആൻസർ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ വലിയ മാർക്കിനാ ഒരു കാര്യം ചെയ്താളാ എന്താ രണ്ടിലുണ്ടാവണ ഹീറ്റ് അങ്ങ് കണ്ടാളാ അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ട് ആണെങ്കിൽ സർക്യൂട്ട് P അല്ലേ HP എന്ന് കൊടുക്കാം ഒന്നാമത്തെ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മൊത്തം ഹീറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്
ടോട്ടൽ ഹീറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിന് കൊടുത്ത ടോട്ടൽ വോൾട്ടേജിന്റെ സ്ക്വയർ ബൈ ആ സർക്യൂട്ടിന്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം ആണ് ചെയ്യേണ്ടത്. That is equal to V എത്ര മക്കളെ 10 ആണ്. സോ 10ന്റെ സ്ക്വയർ ബൈ അവിടുത്തെ R എഫക്റ്റീവ് ഇവിടുത്തെ സഫല പ്രതിരോധം എത്രയാണ്? അത് 100 ശ്രേണിയല്ലേ? എത്ര? 200 ആണ് അല്ലേ? അപ്പൊ എത്ര ഉണ്ടാവുക? 200 ഇൻറ്റു ടൈം ടേക്കൺ 5 മിനിറ്റ് എന്നാ പറഞ്ഞേ. 5 മിനിറ്റ് എനിക്ക് ഇഷ്ടമല്ല, അത് സെക്കൻഡ് കൺവേർട്ട് ചെയ്യണം. 5 മിനിറ്റ് നമ്മൾ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 5 × 60 എന്ന് കൊടുക്കും അല്ലേ? അപ്പൊ ഈ സീറോയും ക്യാൻസൽ ഔട്ട് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഉണ്ടാവും മുകളിൽ ഇൻറ്റു 6 5 30 ആണ്. താഴെ എന്തുണ്ട്? 20 ഉണ്ട്. ഒരു സീറോ കട്ടാവും. ഈ സീറോ കട്ടായി. അപ്പം 100 30 ഒരു 0 കട്ട് 200 അല്ലേ? ഓക്കെ. അപ്പം 200 ഇപ്പം 50 ഇൻറ്റു 3 ഉണ്ടാകും. ആൻസർ ഈസ് 150 ജൂൾസ് ആണ് എന്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്താണ് ഹീറ്റ്. ഓക്കെ, ഇതേപോലെ നമ്മൾ ക്യൂവിൽ ഉണ്ടാകുന്ന ഹീറ്റും ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മക്കളെ നോക്ക്, ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് HQ എന്ന് കൊടുക്കാം. HQ എന്താ മക്കളെ? V²/R എഫക്റ്റീവ് ഇൻറ്റു T ആണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് മക്കളെ പറ? അതായത് ഇത് രണ്ടും സമാന്തരമായിട്ടാണ് ബന്ധിപ്പിച്ച്. അതുകൊണ്ട് 100 സമാന്തരമായി ബന്ധിപ്പിച്ച് നമുക്ക് അറിയുന്ന സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഉണ്ട്. രണ്ട് പ്രതിരോധങ്ങൾ ഒരേപോലത്തെ പ്രതിരോധങ്ങൾ സമാന്തരമായി വന്നാൽ ഒന്നെടുക്കുക ബൈ എണ്ണം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ രണ്ടെണ്ണം സമാന്തരമായി വന്നാൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ആണ് R1 × R2 ബൈ R1 + R2. ഈ ഇക്വേഷൻ ഇത് പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100 × 100 ബൈ 100 + 100 ആണ് ഇതിന്റെ എന്ത് സഫല പ്രതിരോധം. കാരണം ഒരു സമാന്തര രീതി പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. സോ 100 × 100 ബൈ 200 എന്നുണ്ടാവും. 2 0 കട്ടാവും. 100/2 50 ആണ് 50. അപ്പൊ 50 ഓം ആണ് അവിടുത്തെ എന്ത് സഫല പ്രതിരോധം. അതുകൊണ്ട് അയാളുടെ ചാമ്പ. സോ വി എത്ര? വോൾട്ടേജ് 10 തന്നെ. സോ 10ന്റെ സ്ക്വയർ ബൈ R എത്ര? 50 ഇൻറ്റു T എത്ര? 5 ലെനിയോ യെസ് 5. സോ 5 × 60 ഉണ്ടാവും അല്ലെ? ഇത് കട്ടാവുമ്പോൾ എത്ര ഉണ്ടാവും? അത് 10 ഉണ്ടാവും. സോ 100 × 60/10 ഇത് കട്ടാവുമ്പോൾ ആൻസർ എത്ര? 600 ജൂൾ ഉണ്ടാവും കേട്ടോ. എത്ര ഉണ്ടാവും? 600 ജൂൾ. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 150 ജൂൾ ഉണ്ടായത്. ഇവിടെ എത്രയാണ് മക്കളെ? ഇവിടെ 150 ജൂൾ ഉണ്ടായത്. ഇതിൽ എത്ര ഉണ്ടായത്? 600 ജൂൾ. അപ്പൊ ഏത് കേസിലാണ് കൂടുതൽ താപം ഉൽപ്പാദിപ്പിച്ചത്? ഈ സർക്യൂട്ടിലാണ് കൂടുതൽ താപം ഉൽപ്പാദിപ്പിച്ചത് അല്ലെ? ഹീറ്റ് ഉണ്ടായത് അല്ലെ? അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് സർക്യൂട്ടുകളും ഒബ്സർവ് ചെയ്യാം. രണ്ട് സർക്യൂട്ടിലും ഒരേ വോൾട്ടേജാണ്. രണ്ട് സർക്യൂട്ടിലും ഒരേ വോൾട്ടേജ് ആണെങ്കിലും രണ്ട് സർക്യൂട്ടിലും ഒരേ കറണ്ട് ആവൂല. ഓക്കെ എന്നാൽ രണ്ട് വോൾട്ടേജ് സെയിം ആണെന്നുള്ളത് കൺഫേംഡ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാണ്ട് സെയിം വോൾട്ടേജാണ്. ഇനി ഈ രണ്ട് സർക്യൂട്ടിലും കറണ്ട് ഒഴുകുന്ന സമയവും എന്താണ്? സെയിം ആണ്. വി സെയിം ആണ്, ടിയും സെയിം ആണ് രണ്ട് സ്ഥലത്തും. അതുകൊണ്ട് ഞാൻ ഏതിലാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക ചോദിച്ചാൽ അത് കമ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇക്വേഷന് V²/R × T. കാരണം V²ഉം Tയും രണ്ട് സർക്യൂട്ടിലും സെയിം ആണ്. അപ്പൊ നമ്മൾ ആരെ മാത്രം നോക്കിയാൽ മതി? ആറിന്റെ അവസ്ഥ എന്താ നോക്കിയാൽ മതി. ഇതാണോ കൂടുതൽ R ഉള്ളത്? ഇത് ശ്രേണിയാണ്, അതുകൊണ്ട് സീരീസ് ആണ്. അതുകൊണ്ട് ഇതിലാണ് എന്ത് കൂടുതൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവുക, കൂടുതൽ സഫല പ്രതിരോധം ഉണ്ടാവുക ഇതിലാണ്. അതുകൊണ്ട് ഇതിലാണ് കുറവ് ഹീറ്റ് ഉണ്ടാവുക. കാരണം H = V²/R × T ആണ്. അപ്പൊ Hഉം Rഉം ഇവിടെ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വിപരീത അനുപാതികമാണ്. ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്, കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, +2 വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതിലേക്ക് പോകും. Write the function of a safety fuse in an electric circuit. ഒരു സർക്യൂട്ടിലെ സേഫ്റ്റി ഫ്യൂസിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയാം മക്കളെ. ഒരു സർക്യൂട്ടിൽ സുരക്ഷാ ഫ്യൂസിന്റെ ധർമ്മം എന്താണ് അല്ലെ? ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത് ഹൈ കറണ്ട് ഉണ്ടാവും. ഹൈ കറണ്ടിൽ നിന്ന് എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസ്. സോ ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ എക്യുപ്മെന്റ്സ് ഫ്രം ഹൈ കറണ്ട്. ഉയർന്ന കറണ്ടിൽ നിന്ന്, ഉയർന്ന വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് ഒരു വൈദ്യുത ഉപകരണത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുക? സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുക. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് എനി 2 characteristics ഓഫ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയറിന്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് പറയാ, സവിശേഷ ഗുണങ്ങൾ പറയാ. ഒന്ന് എന്താ? ഫ്യൂസ് വയറിന്റെ ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ്. രണ്ടെന്താണ്?
താഴുന്ന ദ്രവണാങ്കമാണ്. ഓക്കെ അല്ലേ? രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി റൈറ്റ് any two precautions to be taken while including fuse wire in a circuit. ഒരു സർക്യൂട്ടിലേക്ക് ഫ്യൂസ് വയറിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫ്യൂസ് വയർ അതിന്റെ യഥാസ്ഥാനങ്ങളിൽ കൃത്യമായി ബന്ധിപ്പിച്ചിരിക്കണം. ഓക്കെ, ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഫ്യൂസ് വയർ ഷുഡ് കണക്ട് ഫേംലി അറ്റ് ദ അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. അത് ഒന്നാമത്തെ പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഫ്രം ദ കരിയർ ബേസ്. ഫ്യൂസ് വയർ കരിയർ ബേസിൽ നിന്ന് പുറന്തള്ളി നിൽക്കാൻ പാടില്ല. ഈ രണ്ട് പോയിന്റ്സും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്. പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ച കാര്യങ്ങളാണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഫ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ. ഫ്യൂസ് വയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിന്നിന്റെയും ലെഡിന്റെയും ലോഹസങ്കരം. അതിലെ സവിശേഷത നമ്മൾ പറഞ്ഞു. എന്താ ഫ്യൂസ് എന്ന് പറഞ്ഞു. ഫ്യൂസ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പഠിച്ചു നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. നോക്കണം മക്കളെ, അടുത്തതും ഒരു സർക്യൂട്ട് ലെവൽ പ്രോബ്ലം ആണ്. ഭയങ്കര രസമായി ഈ സർക്യൂട്ട് ലെവൽ പ്രോബ്ലംസ്. നമുക്ക് നോക്കാം. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കാണുക. ഈ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. മക്കളെ ശ്രേണി രീതിയാണ്, സീരീസ് ആണ്, നേരെ കൂട്ടിയാൽ മതി. സോ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു മക്കളെ എന്താ വരിക? R1 പ്ലസ് R2 എന്നാണ് വരിക. 100ഉം 15ഉം 115 ഓം ഉണ്ടാവും. റൈറ്റ്? ഓക്കെ, സർക്യൂട്ടിൽ 230 വോൾട്ട് പ്രയോഗിച്ചാൽ കറണ്ട് കണക്കാക്കുക. ഈ സർക്യൂട്ടിൽ 230 വോൾട്ട് ആണ് കൊടുത്ത് കറണ്ട് കാണണം. മക്കളെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ കറണ്ട് കാണാൻ I is equal to V/R എഫക്റ്റീവാ. ഏത് സർക്യൂട്ടിലെയും കറണ്ട് കാണണോ ആ സർക്യൂട്ടിന് കൊടുത്ത വോൾട്ടേജ് ബൈ ആ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധമാണ് ചെയ്യേണ്ടത്. ഇത് ശ്രേണിയാണ്, സീരീസ് ആണ്. എഫക്റ്റീവ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ സർക്യൂട്ടിന് കൊടുത്ത വോൾട്ടേജ് 230 ആണ്. സോ 230 ഡിവൈഡഡ് ബൈ 115. ആൻസർ ഈസ് 230 എത്ര 115 മക്കളെ? 2. സോ ആൻസർ എന്താ? 2 ആംപിയർ കറണ്ട് ആണ് ഇതിൽ കൂടെ ഇങ്ങനെ ഒഴുകുക കേട്ടോ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്? നെക്സ്റ്റ്. യെസ്, ആൻസർ ആർക്കും പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, സർക്യൂട്ടിലെ 100 ഓം പ്രതിരോധത്തിലൂടെ 10 മിനിറ്റ് സമയം വൈദ്യുതി പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം. ഇതിലൂടെ 10 മിനിറ്റ് സമയം വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കാണണം. ഒരു കാര്യം നമുക്കറിയാം. ഓക്കെ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ കറണ്ട് 2 ആംപിയർ ആണ്. ഇതിൽ കൂടെ പോണ കറണ്ട് 2 ആംപിയർ, ഇതിൽ കൂടെ പോണ കറണ്ട് 2 ആംപിയർ അല്ലെ. ഇതിലെ മൊത്തം ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ. അപ്പൊ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്ര? അതും 2 ആംപിയർ. സോ ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് 2 ആംപിയർ അല്ലെ. കാണാൻ പറഞ്ഞ് അവിടുത്തെ ഹീറ്റാ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം. അവിടുത്തെ ഹീറ്റ് കാണാൻ H=I²RT ഉപയോഗിക്കാം. ഓക്കെ, കാരണം എന്താ? ഈ പ്രതിരോധവും അറിയാം, ഈ റെസിസ്റ്റൻസ് അറിയാം, ഇവിടുത്തെ കറണ്ടും അറിയാം, ടൈമും അറിയാം. ടൈം എത്ര? 10 മിനിറ്റാ. നേരെ ചാമ്പിയാൽ മതി. ആൻസർ എന്താ? I എത്ര? 2 ആംപിയർ. സോ 2ന്റെ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ അല്ലേ കാണ്ടിയ. സോ അവിടുത്തെ എത്ര? 100 ഇൻറ്റു ടി എത്ര? ടൈം ടേക്കൺ 10 മിനിറ്റാ. സോ 10 ഇൻറ്റു 60 ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 1000 എന്ന് വരും. 1000 ഇൻറ്റു 60 ഉണ്ടാവും. 4 6 24 ഉണ്ട്. പിന്നെ 1 2 3 4 0 1 2 3 4 0 ഇത്രയും ജൂൾ ഹീറ്റ് താപമാണ് എന്ത് ചെയ്യുക? ഇതിൽ ഉൽപ്പാദിപ്പിക്കുക കേട്ടോ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? റെഡിയാണ്. ആയിക്കോട്ടെ. ഇനി അടുത്ത് ഈ സർക്യൂട്ടിലെ മൊത്തം താപം കാണാൻ പറഞ്ഞാലോ? ഈ സർക്യൂട്ടിലെ മൊത്തം താപം കാണാൻ പറഞ്ഞാൽ ആദ്യം ഇവിടുത്തെ ഹീറ്റ് കാണുക, പിന്നെ ഇവിടുത്തെ ഹീറ്റും കാണുക, ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? I² ഇൻറ്റു RT എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതിൽ ഈ R എന്തെടുത്താൽ മതി? ഈ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുത്താൽ മതി, അല്ലെങ്കിൽ സഫല പ്രതിരോധം എടുത്താൽ മതി. എത്ര ഉണ്ടാവുക? 115. അപ്പോൾ I² 2² ഇൻറ്റു 100ന് പകരം 115 കൊടുത്താൽ നിങ്ങൾക്ക് മൊത്തം ഈ സർക്യൂട്ടിൽ എന്ത് കിട്ടും? ഹീറ്റ് കിട്ടും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചാൽ അടിപൊളിയായി. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ മക്കളെ? ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? വേഗം കമന്റ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലെവൽ കൂടുതലൊക്കെ ആക്കി ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്. നന്നായി ശ്രദ്ധിക്കണം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സർക്യൂട്ട് ലെവൽ പ്രോബ്ലംസ് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്തത് 3 resistances of 4 ohm, 6 ohm and 12 ohm are given to you. നിങ്ങൾക്ക് ഇങ്ങനെ 3 റെസിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം? മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രതിരോധങ്ങളെ സംയോജിപ്പിക്കുന്ന സമയത്ത്, കൂട്ടിച്ചേർക്കുന്ന സമയത്ത്, യോജിപ്പിക്കുന്ന സമയത്ത്, കണക്ട് ചെയ്യുന്ന സമയത്ത്
അവിടെ ഏറ്റവും മാക്സിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കണം. ഓക്കെ, സംശയം വേണ്ട. ഇനി നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അവർ നിങ്ങൾ പാരലൽ ആയിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. സോ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന പരമാവധി റെസിസ്റ്റൻസാ ചോദിച്ചത്, മാക്സിമം റെസിസ്റ്റൻസാ. സോ എഫക്റ്റീവ് ഷുഡ് ബി മാക്സിമം. അപ്പം നിങ്ങൾ ഏത് രീതി ബന്ധിപ്പിക്കണം, ശ്രേണി രീതിയിൽ അല്ലേ. അപ്പം എങ്ങനെയാണ് പരമാവധി പ്രതിരോധം എത്രയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രേണി ബന്ധിപ്പിക്കുക, എഫക്റ്റീവ് കാണുക. സോ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എത്ര, R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതുക, ഇസ് ഈക്വൽ ടു 4 പ്ലസ് 6 പ്ലസ് 12. 4ഉം 6ഉം 10, 10ഉം 12ഉം 22 ഓമാണ് ഇതിൻ്റെ എന്ത് ആൻസർ ഉണ്ടാവുക. റൈറ്റ്, ഓക്കെ, സെറ്റാണ്. ഇനി അടുത്ത്, what is the lowest resistance that can be obtained by using the 6 ohm and 12 ohm resistances? 6 ഓമും 12 ഓമും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സഫല പ്രതിരോധം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് തന്നെ 6ഉം 12ഉം ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ 2 റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഏറ്റവും കുറവ് ചോദിക്കുമ്പോൾ അത് സമാന്തരമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്, പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അത് പാരലായി കണക്ട് ചെയ്യുമ്പോൾ ആർ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു ഇക്വേഷൻ എന്താ, R1 R2 ബൈ എന്താണ് R1 പ്ലസ് R2 ദാറ്റ് ഈസ് ഈക്വൽ ടു R1 R2 6 ഉണ്ട് 12 ഉണ്ട് ബൈ 6 പ്ലസ് 12. ആൻസർ 6 ഇൻറ്റു 12 ബൈ 18 ഉണ്ടാവും. 6ഉം 12 ഇതിൽ 18 എത്ര 6 ഉണ്ട് 3, 12 ബൈ 3 4 ഓം ഉണ്ടാവും ആൻസർ. റൈറ്റ്, ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. നെക്സ്റ്റ് വൺ ഈസ്, ഒരു താപനോപകരണത്തിലേക്ക് 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രയോഗിച്ചപ്പോൾ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. അപ്പോൾ ഒരു എക്യുപ്മെന്റിലേക്ക് എത്ര വോൾട്ടേജാണ് കൊടുത്തത്, 230 വോൾട്ട് കൊടുത്തപ്പോൾ ആ എക്യുപ്മെന്റ് കൂടെ എത്ര കറണ്ട് പോയി, 2 ആംപിയർ കറണ്ട് പോയി. ആയിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ, ഈ സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് കൊണ്ട് പ്രവഹിച്ച വൈദ്യുത ചാർജിന്റെ അളവ്. സോ നിങ്ങളോട് കാണാൻ പറഞ്ഞത് ടൈം തന്നിട്ടുണ്ട് എത്ര, 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ഇതിൽ കൂടെ ഒഴുകുന്ന എന്ത് കാണാൻ പറഞ്ഞു, ചാർജാ കാണാൻ പറഞ്ഞു, ക്യൂ ആ കാണാൻ പറഞ്ഞു. തന്ന സാധനമൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട ആളെ എഴുതിയിട്ടുണ്ട്. സോ ക്യൂ കാണണം. സോ എ ക്വസ്റ്റ്യൻ ക്യൂ ആണ് കാണേണ്ടത്. ക്യൂവും ഐയും ടിയും വിയും ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ക്യൂവും ഐയും ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. സെറ്റ് അല്ലേ, ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഫ്രം ഹിയർ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി എന്ന് എഴുതാം. ഐ എത്ര 2, ടി എത്ര 5 മിനിറ്റ് ആണ്. മിനിറ്റ് അങ്ങനെ എഴുതാൻ പറ്റില്ല, അത് സെക്കൻഡിലേക്ക് മാറ്റണം. സോ 5 ഇൻറ്റു 60 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 5 എത്ര 10, 10 ഇൻറ്റു 60 എത്ര 600. സോ ആൻസർ എന്താ, 600 കൂളം. 600 കൂളം is the right answer. All of you clear? A question is completed. Now next one is B question. ഈ ഉപകരണത്തിന്റെ പ്രതിരോധം കണക്കാക്കുക. ഈ ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞു അല്ലേ. റെസിസ്റ്റൻസ് കാണാൻ വലിയ പണിയൊന്നുമില്ല. R is equal to V by I ചെയ്താൽ പോരെ. V തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. അപ്പോൾ V by I. V എത്ര 230 ആണ്. I എത്ര 2. സോ ആൻസർ ഈസ് 115 എന്നുണ്ടാവും. എത്ര ഉണ്ടാവും, 115 ഓം എന്നുണ്ടാവും. ഇതാണ് എന്ത്, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, സോറി വാല്യൂ. ഓക്കെ അല്ലേ. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എന്താ, താപനോപകരണത്തിന്റെ പവർ കണക്കാക്കുക. അവിടെ പവർ അല്ലേ കാണാൻ ചോദിച്ചത്, പവർ P is equal to എന്താ, V into I ഇക്വേഷൻ അല്ലേ. V എത്ര 230, I എത്ര 2. അപ്പൊ എത്ര ആൻസർ 460 വാട്ട്സ് ആണ് എന്തുണ്ടാവുക, പവർ ഉണ്ടാവുക. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പവറിനെ സൂചിപ്പിക്കാത്തത് ഏത്? പവറിന്റെ ഇക്വേഷൻ അല്ലാത്ത I സ്ക്വയർ R പവറിന്റെ ഇക്വേഷനാ. V ഇൻറ്റു I പവറിന്റെ ഇക്വേഷനാ. IR സ്ക്വയർ പവറിന്റെ ഇക്വേഷൻ അല്ല. V സ്ക്വയർ ബൈ R പവറിന്റെ ഇക്വേഷനാ. ചോദിച്ചാൽ എന്താ, പവറിന്റെ ഇക്വേഷൻ സൂചിപ്പിക്കാത്ത ഏതാണ്? അപ്പൊ ആൻസർ എന്താ, P is equal to IR സ്ക്വയർ ആണ് സൂചിപ്പിക്കാത്ത. അപ്പൊ ആൻസർ എന്താ, IR സ്ക്വയർ ആണ്. നമ്മൾ അവിടുത്തെ ആൻസർ ഏതാണ് വരിക, that will be IR സ്ക്വയർ. that is the answer. Next question. ഒന്നാമത്തെ പദജോഡിയിലെ ബന്ധം മനസ്സിലാക്കി രണ്ടാമത്തെ പൂരിപ്പിക്കുക. ഒന്നുമില്ല, സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് വൈൽ ചാർജിങ് ആണ്, രാസഫലമാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്, രാസഫലമാക്കിയാ മാറ്റുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ താപഫലം ഏലാ മക്കളെ വരുന്നത് നോക്കണം. താപഫലം വരുന്നത് ഹീറ്ററിലാണ്, വൈദ്യുത ഹീറ്റർ അല്ലേ. അപ്പൊ ഏലാണ് ഹീറ്റിംഗ് എഫക്റ്റ്, ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്റർ, വൈദ്യുത ഹീറ്റർ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. റൈറ്റ്, യെസ്, ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹീറ്റർ, ഹീറ്റർ, ഹീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Usually we connect resistors in series and parallel. In which, അപ്പോൾ സാധാരണ നമ്മൾ സമാന്തരമായും ശ്രേണിയായും പ്രതിരോധങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സംയോജിപ്പിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ, in which type of connection does the resultant resistance of the circuit decreases? ഏതിലാണ് റിസൾട്ടന്റ് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം ഏറ്റവും കുറയൽ ഏത് സർക്യൂട്ടിലാണ്? സീരീസിലാണോ പാരലലാണോ? ഒരു സംശയവും വേണ്ട, സമാന്തരം. ഓക്കെ അല്ലേ? സമാന്തരം. ഓക്കെ, സമാന്തര രീതിയിലാണ് എന്ത് കുറയടാ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുക. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ. ഏതാണ്? പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ. ഇനി അടുത്ത്, ടു റെസിസ്റ്റേഴ്സ് ഓഫ് 100 ഓം, രണ്ട് 100 ഓം പ്രതിരോധങ്ങൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചു, സീരീസ് ആയി കണക്ട് ചെയ്തു. രണ്ടെണ്ണം 250 വോൾട്ട് സപ്ലൈയിൽ 2 സെക്കൻഡ് നേരം പ്രവർത്തിപ്പിച്ചാൽ എന്ത് കാണണം? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം, ഹീറ്റ് കാണണം. സോ മക്കൾ നോക്കടാ, ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? അതായത് രണ്ടാൾക്കാരെ സീരീസ് ആയിട്ട് ബന്ധിപ്പിച്ചു, സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആർ എഫക്റ്റീവ് എത്ര വരിക? വേഗം പറ. 100 എത്ര ഉണ്ടാവടാ? 200 ഓം ഉണ്ടാവും. ഇറ്റ്സ് വെരി സിമ്പിൾ. 200 ഓം ആണ് അതിന്റെ എഫക്റ്റീവ് വരിക. ഇനി അടുത്ത് അതിനെ 250 വോൾട്ടുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? 250 ആണ്. സോറി, 1 സെക്കൻഡ്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ പവർ ഫെയിലിയർ ഉണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എന്താണ് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഏത് രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് പിന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ കുറയുക? പാരലൽ ആക്കുമ്പോൾ. ആയിക്കോട്ടെ, അടുത്ത 200 ഓം പ്രതിരോധങ്ങൾ എന്ത് ചെയ്യടാ നോക്ക്. 200 ഓം പ്രതിരോധങ്ങൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ച് സീരീസ് ആയി ബന്ധിപ്പിച്ച് 250 വോൾട്ട് കൊടുത്തു അല്ലെ. അപ്പൊ താപം കാണണം, ഹീറ്റ് കാണണം, എച്ച് കാണണം. എച്ച് ഇസ് ഈക്വൽ ടു മക്കളെ എന്താണ് ഇക്വേഷൻ? വോൾട്ടേജ് അറിയാം, പ്രതിരോധം അറിയാം, ടൈം അറിയാം. അപ്പൊ എന്താ ഇക്വേഷൻ? വി സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ്. സർക്യൂട്ടിന്റെ ഹീറ്റ് ആയി വെച്ച് അപ്പൊ ആർ എഫക്റ്റീവ് ഇൻറ്റു ടി ഉപയോഗിക്കുന്നുണ്ട്. ഇസ് ഈക്വൽ ടു വി സ്ക്വയർ എത്ര? 250 സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ് 200 ഓം ശ്രേണി സീരീസ് ആയിട്ട്. അപ്പൊ ആർ എഫക്റ്റീവ് എത്ര ഉണ്ടാവുക? 200 ഉണ്ടാവുക അല്ലെ. ഇൻറ്റു ടി എത്ര? 2 സെക്കൻഡ്. അപ്പൊ ടൈം എത്ര? 2 എന്ന് കൊടുത്താൽ മതി. സോ ആൻസർ ഈസ് ഈ രണ്ടും ഇത് കണ്ടു 100 വരും. 25 250 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 100. അപ്പൊ 2 സീറോസ് കട്ടാവും. ആൻസർ ഈസ് 625 ജൂൾ എന്നുണ്ടാവും. എന്തുണ്ടാവും? 625. ഇനി അതുപോലെ സി ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഈ പ്രതിരോധങ്ങളെ 250 വോൾട്ട് സപ്ലൈയുമായി സമാന്തരമായി ബന്ധിപ്പിച്ചിരുന്നതെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കൂടുമോ കുറയുമോ? അതായത് ഈ രണ്ടാളെയും നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആരൊക്കെ? 100 ഓമിനെയും 100 ഓമിനെയും നമ്മൾ സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യുക. എന്നിട്ടോ 250 വോൾട്ടുമായിട്ട് സപ്ലൈ ചെയ്യും. ഓക്കെ, സപ്ലൈ കൊടുക്കും. അപ്പൊ ഈ ഒരു കേസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കൂടുമോ കുറയോ എന്നാ. ഇവിടെയും വോൾട്ടേജ് 250, ആടെയും വോൾട്ടേജ് 250. ഇവയും ടൈം 2 സെക്കൻഡ്, അവയും ടൈം 2 സെക്കൻഡ്. വ്യത്യാസം എന്തില്ല? ഇവിടുത്തെ ആർ എഫക്റ്റീവ് അല്ല അവിടെ ഉണ്ടാവുക. കാരണം ഇത് ശ്രേണിയും എന്താ ഇത് സീരീസും അത് പാരലലുമാണ്. അപ്പോൾ ആർ എഫക്റ്റീവ് കുറയും. ആർ എഫക്റ്റീവ് കുറയുന്ന സമയത്ത് ഹീറ്റ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, വോൾട്ടേജ് സെയിം ആയിരിക്കുന്നിടത്തോളം കാലം ആർ എഫക്റ്റീവ് കുറഞ്ഞാൽ ഹീറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ നോക്കടാ, അപ്പോൾ നമുക്ക് ഹീറ്റ് കാണാം. ഹീറ്റ് എന്താ വരിക? ഹീറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ് ഇൻറ്റു ടി ആണ് വരിക അല്ലെ. ആൻസർ ഈസ് വി സ്ക്വയർ 250 സ്ക്വയർ ബൈ ഇതിന്റെ ആർ എഫക്റ്റീവ് എന്താ? 100 100 പാരലലാണ്. 100 ഒരേപോലത്തെ പ്രതിരോധങ്ങൾ സമാന്തരമായി വന്നാൽ പാരലായി വന്നാൽ ഒന്നെടുക്കുക ബൈ എണ്ണം. ഇതൊക്കെ ക്ലാസ് എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യം. 100 100 ആകുമ്പോൾ 100/2 എഫക്റ്റീവ്. 100 100 100 3 വന്നാലോ 100/3 വരും. 100 100 100 100 4 പാരലായി വന്നാൽ 100/4 25 ഉണ്ടാവുക. അപ്പം ഇവിടെ നമുക്ക് എഫക്റ്റീവ് വരിക 50 ആണ് വരിക. സോ ആർ എഫക്റ്റ് നമ്മൾ 50 കൊടുത്തു, ഇൻറ്റു ടൈം 2 കൊടുത്തു. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ 250 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 50 നമുക്ക് 2 ഇൻറ്റു 25 അത് കട്ട് ഇത് 10 വരും. ഓക്കെ, ഇൻറ്റു എന്തെണ്ടാ 2 ഉണ്ട്. അപ്പൊ ആൻസർ എന്താ വരിക? ഈ 2ഉം എന്താവും? കട്ടാവും. സോ ആൻസർ ഈസ് 2500 ഉണ്ടാവും. എത്ര ഉണ്ടാവും? 2500. അപ്പൊ ഹീറ്റ് കൂടുകയാണോ ചെയ്ത്? എക്സാക്ട്ലി ഹീറ്റ് കൂടുക ചെയ്തത് അല്ലേ. അപ്പൊ സമാന്തരാക്കിയപ്പോൾ ഹീറ്റ് കൂടി. അപ്പൊ എങ്ങനെ ഏത് കേസിലാണ് സമാന്തരമാകുമ്പോൾ പാരലൽ ആകുമ്പോൾ ഹീറ്റ് കൂടുക കൃത്യമായി പഠിച്ചു വെക്കുക. വെറുതെ വൈഹാട്ട് ചെയ്യണ്ട. വോൾട്ടേജ് സെയിം ആണ് രണ്ട് സർക്യൂട്ടിലും. ഒന്ന് ശ്രേണിയും ഒന്ന് സമാന്തരവുമാണെങ്കിൽ അവിടെ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുന്നതിലായിരിക്കും ഹീറ്റ് കൂടുതൽ ഉണ്ടാവുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പലപ്പോഴായി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ 1 joule of work is done to move 1 coulomb of charge from one point to another. ഒരു പോയിന്റ് നിന്ന് വേറെ ഒരു പോയിന്റിലേക്ക് 1 coulomb ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് 1 joule ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 coulomb ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവൃത്തി 1 joule ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര വരിക? 1 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫ്രം നിങ്ങളെ ഈ ചാപ്റ്റർ എന്നുള്ള ആദ്യത്തെ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് പ്രവൃത്തിയാണ് ശരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ബിന്ദുവിൽ നിന്ന് വേറെ ബിന്ദുവിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ +1 coulomb ചാർജിനെ കൊണ്ടുപോകാൻ 1 joule വർക്ക് ചെയ്താൽ 1 വോൾട്ടാണ് അവിടുത്തെ എന്ത് പൊട്ടൻഷ്യൽ വ്യത്യാസം. എന്നാൽ ഇവിടെ നിങ്ങൾ കൊണ്ടുപോകാൻ ചെയ്ത വർക്ക് 2 joule ആണെങ്കിലോ അപ്പോൾ 2 ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം വരിക. ആ കാര്യം മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a discharge lamp? ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്ത സോഡിയം വേപ്പർ ലാമ്പ് ഡിസ്ചാർജ് ലാമ്പ, ആർക്ക് ലാമ്പ് ഡിസ്ചാർജ് ലാമ്പ, ഫ്ലൂറസൻ ലാമ്പ് ഡിസ്ചാർജ് ലാമ്പ. ഓക്കെ, പിന്നെ LED ഫ്ലൂറസൻ ലാമ്പ് ഡിസ്ചാർജ് ലാമ്പ. LED പക്ഷേ എന്തല്ല? ഡിസ്ചാർജ് ലാമ്പ് അല്ല. സോ ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തതാണ് LED ആണ്. റൈറ്റ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ്. മക്കളെ,
ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2-3 പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ വന്നതാണ്, പഠിച്ചു വെക്കുക. ഒരു സ്യൂട്ടബിൾ ഗ്ലാസ് ട്യൂബ് ആണ് ഇതിന്റെ മെയിൻ പാർട്ട് കേട്ടോ. എന്താണ് ഒരു സ്യൂട്ടബിൾ ഗ്ലാസ് ട്യൂബ് എടുക്കുക, 2 എൻഡിലായിട്ട് ആരെ വെച്ച് കൊടുക്കുക, ഇലക്ട്രോഡ്സിനെ വെച്ച് കൊടുക്കുക, ഇലക്ട്രോഡ്സ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്യൂട്ടബിൾ ഗ്യാസ് ഫിൽഡ് ആണ്, സ്യൂട്ടബിൾ ഗ്യാസ് ഫിൽഡ് ഗ്ലാസ് ട്യൂബ് ആണ് മെയിൻ പാർട്ട്. There will be 2 electrodes at the 2 ends of this glass tube. Okay, when we apply a potential difference across these electrodes, then the gaseous molecules or atoms inside the glass tube will excited to higher energy level. അതായത് ഒരു സ്യൂട്ടബിൾ ഗ്യാസ് ഫിൽ ചെയ്ത ഗ്ലാസ് ട്യൂബ് 2 എൻഡ്സിൽ എന്തുണ്ടാവും, ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഇലക്ട്രോഡ്സിന് അക്രോസ് ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലുള്ള ഗ്യാഷ്യസ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സൈറ്റ് ചെയ്യപ്പെടും. എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റെബിലിറ്റി എന്താവും, നഷ്ടപ്പെടും, ലോസ് ആയി പോകും. ആ സ്റ്റെബിലിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അത് പുറത്തേക്ക് എന്ത് റിലീസ് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. എന്ത് ഫോമിൽ, ലൈറ്റ് ഫോമിൽ പുറത്തേക്ക് എനർജി റിലീസ് ചെയ്യും. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളത്തിലും ഒന്നുകൂടി ഞാൻ പറയാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഡിവൈസ്. എന്തിനാണ് യൂസ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റാനുള്ളത് തന്നെ, ലൈറ്റ് എനർജി ആക്കി മാറ്റാനുള്ളത് തന്നെയാണ് ഇതും. ഓക്കെ, എല്ലാ ലാംപ്സും എന്താണ് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആക്കി മാറ്റും. ഇതിന്റെ വർക്കിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത്ര പറഞ്ഞാൽ മതി. എ ഗ്ലാസ് ട്യൂബ്, okay, having a suitable gas filled inside it, and 2 electrodes will be at the 2 ends of this glass tube. Okay, now when a high voltage is applied across these electrodes, then the gaseous molecules or atoms inside the glass tube will excite to higher energy level. At that time its stability loses. In order to regain its stability, it will come back to its ground state or initial state. At that time, it will release some amount of energy in the form of light. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, അതായത് അനുയോജ്യമായ വാതകം നിറച്ച ഗ്ലാസ് ട്യൂബ് 2 അഗ്രങ്ങളിലായിട്ട് ഇലക്ട്രോഡുകൾ കാണും. ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഗ്ലാസ് ട്യൂബിനുള്ളിലുള്ള വാതക ആറ്റങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ ഉയർന്ന ഊർജ്ജ നിലയിലെത്തുകയും അങ്ങനെ അവയുടെ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി അവ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുമ്പോൾ അത് കൈവരിച്ച ഊർജ്ജം പ്രകാശ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. ഇതാണ് എന്ത്, നമ്മുടെ ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം. ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുമ്പോൾ നോക്കടാ. 4 ഇവിടെ 6 സമാന്തരം 6 സീരീസ് ശ്രേണിയാണ്. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട് എ ആൻഡ് ബി. സർക്യൂട്ട് എയിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരേപോലത്തെ വന്നാൽ 1 എടുക്കുക ബൈ അങ്ങനത്തെ എത്ര ഉണ്ട്, 2 എണ്ണം. സോ ആൻസർ 3 ഓം. ഒരേപോലത്തെ വന്നാൽ അതാണെങ്കിലോ മക്കളെ, ബിയിലാണെങ്കിലോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 6 സിമ്പിൾ 12 ഓം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ സർക്യൂട്ട് എ? അപ്പോൾ ഇവിടുത്തെ കറണ്ട് നമ്മൾ കാണണം. കറണ്ട് എങ്ങനെ കാണുക, വി ബൈ ആർ എഫക്റ്റീവ്. സർക്യൂട്ടിന്റെ കറണ്ട് അല്ലേ കാണി, വി സർക്യൂട്ടിന് കൊടുത്ത വോൾട്ടേജ് ബൈ സർക്യൂട്ടിന്റെ പ്രതിരോധം. എന്താ എഫക്റ്റീവ്, സഫല പ്രതിരോധം ഉണ്ടാവുക അല്ലെ. സർക്യൂട്ടിന് കൊടുത്ത വോൾട്ടേജ് 12 ആണ്, സഫലം 3 ആണ്. ആൻസർ 4 ആംപിയർ അവിടുത്തെ കറണ്ട് കേട്ടോ. അവിടുത്തെ ചോദിച്ചോ, ഇല്ലല്ലോ, ഇല്ല. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ബി. ഇപ്പൊ എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, ഇനി സി ആണ്. കാൽക്കുലേറ്റ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്. അടാ ആ ഒരു ബി എന്ന സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഹീറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. എത്ര മിനിറ്റ് ആണ്, 30 മിനിറ്റ്സ് അല്ലെ. 30 മിനിറ്റ്സിൽ സർക്യൂട്ട് ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാണണമെങ്കിൽ ഒന്നായിട്ട് ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മൊത്തം ഹീറ്റാണ് കാണേണ്ടത്. മൊത്തം ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എച്ച് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, വി സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ് ഇൻറ്റു ടി ആണ് ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ് എത്ര, 12 ആണ് അല്ലേ. സോ ബൈ 12 ഇൻറ്റു ടൈം ടേക്കൺ 30 മിനിറ്റ്സ്, 30 ഇൻറ്റു 60 അടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ 12 കട്ടാകുമ്പോൾ 12 ഇൻറ്റു 3 ഇൻറ്റു 6 18 ആണ്. 2 സീറോസും ഉണ്ടാവും. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ 12ഉം 18ഉം 16 1 8 9 2 1. സോ 6 1 2. അപ്പൊ ആൻസർ ഈസ് 21600 ജൂൾസ് ആണ് എന്തുണ്ടാവുക ഇവിടുത്തെ ഹീറ്റ് പ്രൊഡ്യൂസ് കേട്ടോ. അപ്പൊ ഹീറ്റ് കാണാനുള്ള ഏത് സർക്യൂട്ട്, ഇപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ശരിക്കും മുൻപും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഹീറ്റ് കാണാൻ പറഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട. വോൾട്ടേജ് ഉണ്ടെങ്കിൽ വി സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ് ഇൻറ്റു ടി അടിച്ചാൽ മതി. വോൾട്ടേജ് ഉണ്ടെങ്കിൽ, വോൾട്ടേജ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, കറണ്ടിന്റെ ഇക്വേഷനിലേക്കൊക്കെ പോകേണ്ടി. മിക്ക കേസിലും ആര് തരും, വോൾട്ടേജ് ഒക്കെ ഉണ്ടാവും. സോ വി സ്ക്വയർ ബൈ ആർ എഫക്റ്റീവ് ഇൻറ്റു ടി അടിക്കാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ ഉണ്ടാവുന്ന ഹീറ്റാ ചോദിക്കുന്നതെങ്കിൽ ആ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ആണ് പിന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് ഓരോ സാഹചര്യം പോലെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. വീണ്ടും സർക്യൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചിത്രം അനലൈസ് ചെയ്യുക. ഈ ഫിഗർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. സർക്യൂട്ടിലെ സ്വിച്ച് S1 എന്ന സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പ്രകാശിക്കുന്ന ബൾബുകൾ ഏതെല്ലാം? ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ബൾബ് കത്തോ? ഇല്ല. ബിക്കോസ് ഈ സർക്യൂട്ട് എന്തല്ല, കംപ്ലീറ്റ് അല്ല, ഇത് ഓഫാണ്. അതുകൊണ്ട് S1 ഓൺ ചെയ്താൽ B1 എന്ന ബൾബ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കത്തുള്ളൂ. സോ ഏതാ കത്തുക? B1 എന്ന ബൾബ് മാത്രം കത്തു അല്ലേ. ഈ സമയത്ത് ഫ്യൂസിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര? അപ്പോൾ ഈ സമയത്ത് ഫ്യൂസ് വഴി പ്രവഹിക്കുന്ന കറണ്ട്, അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കൂടെ എന്തായാലും കറണ്ട് ഇല്ല. അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഈ സർക്യൂട്ട് മാത്രം മൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ ആരുണ്ട്? ഒരു വോൾട്ടേജ് ഉണ്ട്, ഒരു ബൾബ് B1 എന്ന ബൾബ് ഉണ്ട്. ഈ കൊടുത്ത വോൾട്ടേജ് 230 ആണ്, ഇതിന്റെ റേറ്റഡ് വോൾട്ടേജ് 230 ആണ്. സോ ഈ 230 ഈ ബൾബിന് കിട്ടും പൂർണ്ണമായിട്ടും. അതുകൊണ്ട് ഈ ബൾബ് 200 വാട്ട്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് ആണ് കാണാൻ പറഞ്ഞത് അല്ലേ. ആയിക്കോട്ടെ. അപ്പൊ ഈ ബൾബ് ഇപ്പൊ പ്രവർത്തിക്കുന്ന പവർ 200 ആണ്. സോ പവർ ഓഫ് ബൾബ് എത്ര? ഇപ്പം 200 വാട്ട്സ് ആണ്. ആ ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര ആണ്? 230 വോൾട്ട് ആണ്. അവർക്ക് വേണ്ടത് എന്താണ്? കറണ്ട് ആണ് വേണ്ടത് അല്ലേ. അപ്പൊ കറണ്ട് എങ്ങനെയൊക്കെയാണ്? I = P/V ആണ് ഇക്വേഷൻ. P എത്ര? 200. V എത്ര? 230. സോ ഇതങ്ങ് ചെയ്താൽ ആൻസർ ആയി 20/23 ആംപിയർ. ഇതാണ് അവിടുത്തെ എന്ത് വരിക? കറണ്ട് വരിക. എവിടുത്തെ കറണ്ടാ? ഫ്യൂസ് വഴി. ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് കാരണം ഫ്യൂസ് വഴി തന്നെയല്ലേ ഒഴുകേണ്ടത് എന്തായാലും. അപ്പോൾ ഫ്യൂസ് വഴി ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 20/23 ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സ്വിച്ചുകളും ഓൺ ആയിരിക്കുമ്പോൾ, രണ്ട് സ്വിച്ച് ഓൺ ആക്കി, രണ്ട് സ്വിച്ചും ഓൺ ആയിരിക്കുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്വിച്ച് S1 മാത്രം ഓൺ ആക്കിയപ്പോൾ 20/23 ആംപിയർ കറണ്ട് ഇതുവഴി മാത്രം ഫ്ലോ ചെയ്തു. ഇനി ഞാൻ ഈ സ്വിച്ചും കൂടി ഓൺ ആക്കിയാലോ? ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്കും വേണം അതേ കറണ്ട്. സെയിം എക്യുപ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ 230 എന്ന വോൾട്ട് ഇയാൾക്കും കിട്ടും, 230 വോൾട്ട് ഇയാൾക്കും കിട്ടും. ബിക്കോസ് ഈ രണ്ട് സാധനം എന്താ? പാരലൽ കോമ്പിനേഷൻ അല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റെസിസ്റ്ററിന്റെ കേസ് അങ്ങനത്തെ വന്നിരുന്നു. അപ്പൊ ഈ രണ്ട് ബൾബും ശരിക്കും എന്താ? സമാന്തര രീതിയാണ്. അതുകൊണ്ട് ഈ വോൾട്ടേജ് ഇയാൾക്കും കിട്ടും, ഈ വോൾട്ടേജ് ഇയാൾക്കും കിട്ടും. അപ്പൊ ഇയാള് 230 വോൾട്ട് കിട്ടി, ഇയാൾക്കും കിട്ടിയത്. അപ്പൊ ഇയാളും 200 വർക്ക് ചെയ്യും, ഇയാളും 200 വർക്ക് ചെയ്യും. സോ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്താ? 200/230. ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്താ? അതും 200/230. അപ്പൊ ഇതേ കറണ്ട് ഇതുവഴിയും ഒഴുകും, ഇതുവഴിയും ഒഴുകും. അപ്പോൾ ആ മൊത്തം കറണ്ട് വരേണ്ടത് ഈ സെല്ലിൽ നിന്നല്ലേ? ആണ്. അപ്പൊ ഈ സെല്ലിൽ നിന്ന് എത്ര കറണ്ട് വരണം? 200/230ന്റെ ഇരട്ടി കറണ്ട്, ഇതിന്റെ ഡബിൾ കറണ്ട് വരണം. 40/23 ഉണ്ടാവും. ഇതിന്റെ ഇരട്ടി എത്ര? 40/23. അപ്പൊ അത്രയും കറണ്ട് ഇവിടുന്ന് വരണം, ഇവിടുന്ന് സ്പ്ലിറ്റ് ആയി പോകണം. ഓക്കെ. 20/23 ഇങ്ങോട്ടും 20/23 അങ്ങോട്ടും പോകണം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും അല്ലേ. ആ സമയം ഈ ഫ്യൂസ് വഴി എത്ര ഒഴുകുക? ഇതിന്റെ ഡബിള്. അപ്പൊ ഫ്യൂസ് വഴി ഒഴുകുന്ന കറണ്ട് എത്ര ചോദിച്ചാൽ ഞാൻ പറയും ഫ്യൂസ് വഴി ഒഴുകുന്ന കറണ്ട് ശരിക്കും ഇതിന്റെ ഇരട്ടിയാ, ഡബിളാ. എത്ര? 20/23ന്റെ ഡബിൾ. ആൻസർ ഈസ് 40/23 ആംപിയർ ആണ് ഏത് വഴി ഒഴുകുക? ഫ്യൂസ് വഴി ഒഴുകുക. അപ്പം ഈ S2 കൂടി ഓൺ ആക്കിയാൽ. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 40/23 എന്ന് പറയുന്ന ആ കറണ്ട് 1 ആംപിയറിനേക്കാൾ കൂടുതലാണ്. 40/23 ചെയ്ത് നോക്ക്, അത് 1നേക്കാൾ കൂടുതലാണ്. പക്ഷെ ഇത് 1നേക്കാൾ കുറവാണ്. അപ്പൊ ഈ രണ്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഫ്യൂസ് കത്തും അല്ലേ. ഈ ഫ്യൂസ് ബ്രേക്ക് ആയി പോകും. കാരണം എന്താ? കാരണം ഫ്യൂസിന് മാക്സിമം താങ്ങാൻ പറ്റിയ 1 ആംപിയറാണ്. അതുവഴി ഇപ്പോൾ ഒഴുകുന്ന കറണ്ട് എത്ര? 40/20 ഗ്രേറ്റർ ദാൻ 1 ആംപിയർ. അപ്പൊ ഇപ്പൊ ഇതുവഴി ഒഴുകുന്ന കറണ്ട് 1നേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ ബൾബ് കത്തൂല, ഈ ഫ്യൂസ് പൊട്ടിപ്പോവുക ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് മക്കളെ, അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോളാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പെസിഫിക്കേഷൻ ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹീറ്റർ എ ഉണ്ട്, ഹീറ്റർ ബി ഉണ്ട്. റെസിസ്റ്റൻസ് 690 ഓംസ് ഒക്കെ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ. വിച്ച് ഹീറ്റർ റിക്വയേഴ്സ് എ ഫ്യൂസ് ഓഫ് ഹയർ ആംപിയറേജ്? ഇതിൽ ഏത് ഫ്യൂസിനാണ്, ഏതിനാണ് കൂടുതൽ ആംപിയറേജ്? ആംപിയറേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടാൽ മതി. കറണ്ട് കാണുമ്പോൾ റെസിസ്റ്റൻസ് ആറും അറിയാം, വിയും അറിയാം. കറണ്ട് എങ്ങനെ കാണുക? I is equal to IA എന്ന് കൊടുക്കുക. IA is equal to V/R. എത്ര? 230/690 എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ആൻസർ വിൽ ബി 1/3. ഓക്കെ. 1/3 ആംപിയർ. അടുത്ത കേസ് ഹീറ്റർ ബി ആണെങ്കിലോ IB is equal to, അതും V/R ആണ്, is equal to V എത്ര? 230. R എത്ര? 460. ആൻസർ ഈസ് 1/2 ആംപിയർ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ആംപിയറേജ് ഏതിനാണ് ഹയർ ആംപിയറേജ്?
1/3 ആണോ 1/2 ആണോ കൂടുതൽ? 1/2 ആണ് കൂടുതൽ. സ്വാഭാവികമായിട്ടും ആംപിയറേജ് കൂടുതൽ ആർക്കാണ്? ഹീറ്റർ ബിക്കാണ് എന്ത് കൂടുതൽ? ആംപിയറേജ് കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഹീറ്റേഴ്സ് ജനറേറ്റ് മോർ ഹീറ്റ് വെൻ ദേ വർക്ക് ഫോർ 5 minutes അണ്ടർ ദ സെയിം വോൾട്ടേജ് റേറ്റിംഗ്? എക്സ്പ്ലെയിൻ ദ റീസൺ. അതായത് ഈ രണ്ട് എക്യുപ്മെന്റ്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന മക്കളെ, ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. അപ്പം ഈ രണ്ട് എക്യുപ്മെന്റ്സും ഒരേ വോൾട്ടേജ് ആ കൊടുത്ത്. ഓക്കെ, ഇതിൽ ആരാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുക? ഞങ്ങൾ പറഞ്ഞ റെസിസ്റ്റൻസ് കുറവുള്ള ആള്, പ്രതിരോധം കുറവുള്ള ആള്, അപ്പൊ കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുക ഇയാൾ ഹീറ്റർ ബി ആ. അപ്പൊ രണ്ടാൾ ഹീറ്റും കണ്ടേക്ക് എന്താ? എച്ച് ഇസ് ഈക്വൽ ടു എന്താ? വി സ്ക്വയർ ബൈ ആർ എഫ് ആർ ഇൻറ്റു ടി ഉപയോഗിച്ചാൽ മതി അല്ലേ? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. രണ്ട് സ്ഥലത്തും വി എന്താ? സെയിം. ടിയും എന്താക്കി എടുത്തോ? സെയിം. 5 മിനിറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ നേരെ ചെയ്ത് നോക്കുക വേണമെങ്കിൽ. ഹീറ്റർ എൻഡ് ആണെങ്കിൽ വി സ്ക്വയർ 230 സ്ക്വയർ ബൈ അതിന്റെ ആർ 690 ആണ് ഇൻറ്റു എന്തുണ്ട്? ടി. ടൈം എത്ര? ടൈം 5 മിനിറ്റ്. 5 × 60. അപ്പൊ ഇവിടുത്തെ ഹീറ്റ് കിട്ടി. അതേപോലെ ഇവിടുത്തെ ഹീറ്റും കാണാം, രണ്ട് കമ്പയർ ചെയ്യുക. ഞാൻ പറയുന്നു ഹീറ്റർ ബിയിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഹീറ്റ് ഉണ്ടാവുക, ഒരു സംശയവുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിരോധങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. പട്ടികപ്പെടുത്തിയ ആശയങ്ങൾ ഒന്നുമില്ല, ഇത് നോക്കുക, തെറ്റാണോ ശരിയാണോ നോക്കുക, അല്ലെങ്കിൽ മാറ്റി ചെയ്ത്. ദാറ്റ്സ് ഓൾ. ഇതെന്താ? ശ്രേണി, സീരീസ്, സമാന്തരം, പാരലൽ. സഫല പ്രതിരോധം ആർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? ശ്രേണിയല്ലേ? ഇത് കുറയല്ല കൂടുക ചെയ്യേണ്ടത്, ഇത് കൂടുതലല്ല കുറയുക. അപ്പൊ ഇതെന്താ? കൂടുതൽ, ഇതെന്താ? കുറവാൻ വേണ്ടി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ എന്താ? ഓരോ പ്രതിരോധം ലഭിച്ച വോൾട്ടേജ് ഇവിടെ വോൾട്ടേജ് എന്താ? തുല്യമല്ല, വ്യത്യസ്തം. ഓക്കെ, ഇവിടെ എന്താ? തുല്യം. സോ ഇവിടെ തുല്യം, ഇവിടെ എന്താ? വ്യത്യസ്തം. ഓക്കെ, അടുത്ത് ഓരോ പ്രതിരോധത്തിലൂടെയുള്ള കറണ്ട്, ഇത് ശ്രേണിയല്ലേ? സെയിം കറണ്ടാ, അവിടെ എന്താ? വ്യത്യസ്ത. സോ ഇത് കറക്റ്റാണ്. ഇത് രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അത്യാവശ്യം സർക്യൂട്ട് ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫ്രീക്വന്റ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. സോ സർക്യൂട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ 4th ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 4th ചാപ്റ്റർ പ്രകാശത്തിന്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിൽ വരുന്നത് നോക്കാം. The figure shows a beam of light falling on the two different surfaces. രണ്ട് ഡിഫറെന്റ് സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഫിഗർ 1? ഇതിൽ ഒന്നാമത്തെ ഫിഗറിൽ ഏത് ടൈപ്പ് റിഫ്ലക്ഷനാ? റെഗുലർ റിഫ്ലക്ഷൻ, ക്രമപ്രതിപതനമാണ് ഒന്നാമത്തെ ഫിഗർ. രണ്ടാമത്തെ എന്താണ്? വിസരിതം അല്ലെങ്കിൽ എന്താണ്? ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയും കേട്ടോ. അടുത്ത്, പിന്നെ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഈ റിഫ്ലക്ഷൻ ആണ് എന്തുണ്ടാക്കല്? ഇമേജ് ഫോർമേഷൻ ഉണ്ടാക്കല്. ഈ റിഫ്ലക്ഷൻ എന്തുണ്ടാക്കില്ല? ഇമേജ് ഫോർമേഷൻ, പ്രതിബിംബ രൂപീകരണം സാധ്യമാക്കില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. When an object of height 5 cm is placed at a distance of 12 cm, ഇത് ഒബ്ജക്റ്റ് ഹൈറ്റ് ആണ് 5 cm, placed at a distance of 12 cm ആണ് in front of a concave mirror. അപ്പൊ സാധനം എന്താണെന്നുള്ള വേഗം വരച്ചു വെക്കുക. സാധനം എന്താ? ഒരു കോൺകേവ് മിറർ ആണ്. ആ കോൺകേവ് മിററിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO ഈസ് എന്താ? HO ഈസ് ഓൾവേസ് പ്ലസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് HO ഓൾവേസ് പ്ലസ്, U ഓൾവേസ് നെഗറ്റീവ്, റൈറ്റ്? നെക്സ്റ്റ്, at a distance of 12 cm ആണ്. സോ ദിസ് ഒബ്ജക്റ്റ് ഈസ് 12 cm far away from this mirror. So U എത്ര മക്കളെ? -12. U എപ്പോഴും നെഗറ്റീവ് ഉണ്ടാവുക. U -12 എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, a real image was formed at a distance of 24 cm. മിററിന്റെ കേസിൽ റിയൽ ഇമേജ് ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് വി വിൽ ബി എന്താ മക്കളെ? വി വിൽ ബി എന്താ? -24 cm. ഇതിലൊന്നും സംശയം ഉണ്ടാകാൻ പാടില്ല. എല്ലാ വാല്യൂസും വിത്ത് സൈൻ കൺവെൻഷൻ കൊടുത്തോളാം. ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ. യും വിയും കയ്യിലുണ്ട്. സോ മാഗ്നിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് കാണാം. ആവർധനം കണക്കാക്കണം. ആവർധനം ഇക്വേഷൻ എന്താ മക്കളെ? മിററിന്റെ കേസ് ആണെങ്കിൽ m is equal to -v/u അല്ലെ? -v/u. മൈനസ് v എന്താ? -24. u എന്താ? -12. നെഗറ്റീവ്. അപ്പൊ എന്താ? നെഗറ്റീവ് ആൻസർ. സോ നെഗറ്റീവ് 24/12 2. സോ ആൻസർ ഈസ് -2 is the right answer. യൂണിറ്റ് ഉണ്ടോ? ഇല്ല. മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, find the height of image. Okay, ഇത് വെച്ച് നമ്മൾ എന്ത് കാണണം? ഇനി height of image കാണണം. So we want to find height of image in the second question. So magnification നമ്മുടെ കയ്യിൽ ഇപ്പുണ്ട്. HO ഉണ്ട്, HI കാണാം. So what is the equation? M is equal to
HI by HO. From this expression, what is HI? M into HO, that is equal to -2. Sign convention must ആ കൊടുക്കലും. ഏത് ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും കണ്ടുപിടിക്കേണ്ട ആളല്ലാത്തവർക്കൊക്കെ എന്ത് കൊടുക്കുക? സൈൻ കൺവെൻഷൻ കൃത്യമായി കൊടുക്കുക. സോ M എന്താ? -2. HO എന്താ? +5 ആണ്. സോ ആൻസർ ഈസ് -10 സെന്റിമീറ്റർ എന്ന് തന്നെ എഴുതണം. ഓക്കെ, വിത്ത് യൂണിറ്റ് നിർബന്ധമാണ്, തെറ്റിക്കരുത്. ആ സി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം നിവർന്നതോ തല കീഴായതോ എന്ന് ആവർത്തനത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ നിർണ്ണയിക്കാം? ഒന്നുമില്ല, ഈ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് എന്താ പറയുക, ഇറക്റ്റ് ആണോ ഇൻവേർട്ടർ ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? മാഗ്നിഫിക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. മാഗ്നിഫിക്കേഷൻ, സിൻസ് മാഗ്നിഫിക്കേഷൻ ഈസ് എന്താണ്? നെഗറ്റീവ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ദിസ് ഇമേജ് വിൽ ബി എന്താ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്താ? റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണ്, യഥാർത്ഥം തല കീഴായതാണ്. സോ അവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഇമേജ് എന്താണ്? ഇൻവേർട്ടർ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഫിഫ്ത്ത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കൗട്ട് ചെയ്യാം. സോ ഒരു കോൺവെക്സ് ലെൻസ്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എഫിനും 2Fനും ഇൻ ബിറ്റ്വീനിലാണ് ഒബ്ജക്റ്റ് ഒക്കെ വെച്ചത്. ആയിക്കോട്ടെ, ചിത്രം പകർത്തി ഈ ഫിഗർ മാറ്റി വരച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആക്കാം. സോ ഈ ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അല്ലേ, ഒപ്റ്റിക് സെന്റർ വഴി നേരെ കൊണ്ടുപോവുക. നേരെ പോയി ഇവിടെ വന്ന് മുട്ടും അല്ലേ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. അത് കംപ്ലീറ്റ് ആക്കി. റേ ഡയഗ്രാം ആണ്. സോ ഈ ആരോ മാർക്ക് നിർബന്ധമാണ്. അടുത്ത്, ഇവിടെ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷത മക്കളെ എന്താണ്? ബിയോണ്ട് 2F ആണ്, എൻലാർജ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണ്. നിങ്ങൾക്ക് ഏതു എഴുതാം? എന്താണ്? 2Fന് അപ്പുറം വലിയ പ്രതിബിംബം, യഥാർത്ഥം തല കീഴായത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ രൂപീകരിക്കാൻ പറഞ്ഞു. സെക്കൻഡ് പറഞ്ഞു, വസ്തുവിന്റെ അതേ വലിപ്പമുള്ള യഥാർത്ഥ പ്രതിബിംബം ലഭിക്കണമെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം എവിടെ വെക്കണം മക്കളെ? 2Fൽ വെക്കണം. സോ എവിടെ വെക്കേണ്ടത്? 2Fൽ. അറ്റ് 2F വെച്ച് നമുക്ക് എന്താ കിട്ടുക? സെയിം സൈസ് ഇമേജ് 2F തന്നെ കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമതല ദർപ്പണത്തിൽ പതിച്ച പ്രകാശ ബീം പ്രതിപതിച്ച് തിരിച്ചു പോകുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഒന്നുമില്ല, ഇൻ ദ ഫിഗർ എ ബീം ഓഫ് ലൈറ്റ് വിച്ച് ഇൻസിഡന്റ് ഓൺ എ സർഫസ് ആൻഡ് റിഫ്ലക്റ്റഡ് ഈസ് ഡെപിക്റ്റഡ് അല്ലേ, ചിത്രം കാണിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ 60 ആണ് പതന കോണിനും പ്രതിപതന കോണും അല്ലെ, ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും ഇൻ ബിറ്റ്വീൻ ആംഗിൾ എത്ര? 60 ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ പതന കോൺ എത്ര? പതന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണണം മക്കളെ. ഇവിടെ അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഐയും ആറും കൂട്ടിയ 60 കിട്ടണം. ഐയും ആറും സെയിമും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? I plus R is equal to 60. I plus I is equal to 60. 2I is equal to 60. I is equal to 30. So answer is 30 degree. It's very simple question. Next one. ഫിഗർ നോക്കുക, ചിത്രം നിരീക്ഷിക്കുക, പതന കോൺ എഴുതുക. മക്കളെ പതന കോൺ എന്ന് പറഞ്ഞാൽ 40 അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 അല്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 40 കുറച്ചാൽ പോരെ. സോ ആൻസർ എന്താ? 90 minus 40. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? 50 ഡിഗ്രി. എത്ര വരിക? 50. 50 ഡിഗ്രി ആണ് വരിക കേട്ടോ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണ്. പതന കോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം ഇറ്റ്സ് വെരി സിമ്പിൾ മക്കളെ. എന്താ? I is equal to R. പതന കോൺ അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തമ്മിലുള്ള ബന്ധം എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോൺകേവ് ദർപ്പണത്തിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ വസ്തുവിന്റെ അതേ വശത്ത് മക്കളെ സാധനം എന്താ? കോൺകേവ് ദർപ്പണം. അതിന്റെ 30 സെന്റിമീറ്റർ അകലെ, ഓക്കെ, 30 സെന്റിമീറ്റർ അകലെ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ എത്ര? 30 സെന്റിമീറ്റർ അകലെ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ വസ്തുവിന്റെ അതേ വശത്ത് 15 സെന്റിമീറ്റർ അകലെ പ്രതിബിംബം ലഭിച്ചു. സോ ഇവിടെ കിട്ടി ഇമേജ്. ഇമേജ് അതേ വശത്ത് പറയുമ്പോൾ മിറർ അല്ലേ, ഇവിടെ കിട്ടി. അപ്പോൾ എത്ര കിട്ടിയത്? 15 സെന്റിമീറ്റർ അകലെ കിട്ടി. ആയിക്കോട്ടെ. നെക്സ്റ്റ്, വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നം ഉപയോഗിച്ച് എഴുതാൻ. ഇറ്റ്സ് വെരി സിമ്പിൾ മക്കളെ. അപ്പോൾ ഈ യുവും വിയും നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂ കാർട്ടീഷ്യൻ വെച്ച് അങ്ങ് എഴുതാൻ. യു എന്താ എഴുതേണ്ടത്? -30 സെന്റിമീറ്റർ എന്ന് എഴുതാം. വി എന്താ എഴുതേണ്ടത്? -15 സെന്റിമീറ്റർ. ഇത് മാർക്കായി. അടുത്ത് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. സോ ഫോക്കസ് ദൂരം കാണാൻ വേണ്ടി മക്കളെ മിറർ ഇക്വേഷൻ എന്താ? 1/f is equal to 1/u plus 1/v അല്ലേ? ഇതല്ലേ ഇക്വേഷന്? ഈ ഇക്വേഷനിൽ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, UV/u plus v എന്ന് എഴുതാം. യു എത്ര മക്കളെ? -30. വി എത്ര? -15. യു -30 പ്ലസ് -15. ആൻസർ ഈസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാ. സോ 30 ഇൻറ്റു -15 എന്താ? 30 × 15 എന്ന് എഴുതാം, ബിക്കോസ് ഇറ്റ്സ് പോസിറ്റീവ്.
മൈനസ് പ്ലസ് മൈനസ് എന്താ, അത് മൈനസ് ആ. സോ എന്താ ആൻസർ, മൈനസ് 45. 15 45 കട്ട് ചെയ്യാം അല്ലെ, 45 3 15 ഉണ്ട്. സോ 3 കൊണ്ട് കട്ട് ചെയ്തു. സോ ആൻസർ ഈസ് മൈനസ് 30/3 എന്ന് എഴുതാം. 30/-3 എന്താ, മൈനസ് 30/3. സോ ആൻസർ എന്താ, മൈനസ് 10. സോ ആൻസർ ഈസ് മൈനസ് 10 സെന്റിമീറ്റർ. ഓക്കെ, മൈനസ് 10 ആണ് ഇതിന്റെ എന്ത് വരിക, ഫോക്കസ് ദൂരം വരിക കേട്ടോ. ഓക്കെ, ഫോക്കൽ ലെങ്ത് വരിക. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും സിക്കും ഇടയിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു വസ്തു വെച്ചു. ഒരു വസ്തുവിനെ അങ്ങനെ വെച്ചു, ഒന്നുമില്ല. ഓക്കെ, മറ്റൊരു കിരണം കൂടി വരച്ച. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, പ്രതിബിംബം വരക്കണം. ലിസൺ, ഇത് മാറ്റി വരച്ചിട്ട് അല്ലേ, ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ ആരുണ്ട്, ഇതേ ലെങ്ത്തിൽ ഇവിടെ ആരുണ്ട്, സി ഉണ്ട്. സോ ഒരു വസ്തു ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു വസ്തുത, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈറ്റ് റേ അവർ കാണിച്ചതാ ഇങ്ങനെ വന്നിട്ട് ലൈക്ക് ദിസ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലേക്കാണ് വരച്ച ഒന്ന്. ഓക്കെ, മറ്റൊന്നും കൂടി വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നും കൂടി വരക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യടാ, ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ദിസ്, ഇങ്ങനെ ഒന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, വൺ സെക്കൻഡ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഈസ് ഹിയർ. ഒരു ലൈറ്റ് ഇതാ ഇങ്ങനെ പോയിന്, അതിങ്ങനെ പോയിട്ടുണ്ട്. വേറൊന്ന് നമുക്ക് ഇതാ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ സമാന്തരമായി കൊണ്ടുവരാം. ഓക്കെ, സോ ഇത് എവിടെ കിട്ടൂടാ, കറക്റ്റ് സീൻ്റെ അപ്പുറത്ത് തന്നെ കിട്ടണം, സിക്ക് ഇപ്പുറം കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് ലൈറ്റ് റേ വരച്ച് കൃത്യം ഇവിടെ തന്നെ കിട്ടുന്നത് കൺഫേം ചെയ്യണം. സ്കെയിലും പെൻസിൽ വെച്ച് വരച്ചാൽ കിട്ടും, കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കുക, അപ്പോൾ വരച്ചു. നെക്സ്റ്റ്, ഇവിടെ രൂപം കൊള്ളുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത മക്കൾ എന്തൊക്കെയാണ്, ബിയോണ്ട് സി, സിക്ക് അപ്പുറം, പിന്നെന്താണ്, പിന്നെ യഥാർത്ഥം തലകീഴായത് വലിയ പ്രതിബിംബം. ഓക്കെ, ഇത്രയും സവിശേഷതകൾ നമുക്ക് എഴുതാൻ പറ്റും. റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ് ഇമേജ്, ബിയോണ്ട് സി, ഇതൊക്കെ എഴുതാം കേട്ടോ. ഇനി അടുത്ത, ഇത്തരം ദർപ്പണത്തിന്റെ ഒരു ഉപയോഗം എഴുതുക. കോൺകേവ് ദർപ്പണത്തിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കോൺകേവ് മിറർ. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ മേക്കപ്പ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ കുക്കറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കേസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ഒന്നേ പറയാൻ പാടുള്ളൂ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. For the same reflecting surface area, which of the following has maximum field of view? താഴെ കൊടുത്ത മിററിൽ ഏതിനാണ് കൂടുതൽ എന്തുള്ളത്, ദൃശ്യമാനത ഉള്ളത്? ഓക്കെ, ഫീൽഡ് വ്യൂ ഏറ്റവും കൂടുതൽ കോൺവെക്സ് മിററിനാണ്. കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന ഇമേജ് ഒക്കെ ചെറുതായിരിക്കും എപ്പോഴും. ഓക്കെ, അതുകൊണ്ട് ചെറിയ ഇമേജ് ആകുമ്പോൾ തന്നെ കുറേ ഒബ്ജക്റ്റുകളുടെ ഇമേജ് അതിൽ കൊള്ളും അല്ലേ. അതുകൊണ്ട് കുറേ എന്ത് കിട്ടും, ഫീൽഡ് വ്യൂ കിട്ടും. ഏതിൽ, കോൺവെക്സ് മിററിൽ. റൈറ്റ്. ഓക്കെ, സോ കോൺവെക്സ് മിററിലാണ് ഏറ്റവും കൂടുതൽ എന്ത്, കോൺവെക്സ് ദർപ്പണത്തിലാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമാനത അല്ലെങ്കിൽ മാക്സിമം ഫീൽഡ് വ്യൂ ഉള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. രണ്ട് സമതല ദർപ്പണങ്ങളെ പരസ്പരം 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അപ്പൊ രണ്ട് ദർപ്പണങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആക്കി വെച്ചു. 60 ഡിഗ്രി ആക്കി വെക്കുമ്പോൾ അവയ്ക്കിടയിൽ ഒരു വസ്തു വെക്കുന്ന സമയത്ത് ആ വസ്തുവിന് എത്ര പ്രതിബിംബമാണ് ഈ ദർപ്പണങ്ങൾ ഉണ്ടാക്കുക ചോദിച്ചാൽ ഇക്വേഷൻ n is equal to 360 by theta minus 1. That is equal 360 by theta 60 അല്ലേ, 60 minus 1. Answer is 6 minus 1. Answer is 6 minus 1 and 5. 5 images will be produced by this combination of mirrors. Next. When light passes through a medium, it suffers partial and irregular reflection by hitting the particles of the medium. Name this one. എന്താണ്, സ്കാറ്ററിംഗ് ആണ് അല്ലേ. ഇത് 7th ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. വസ്തുവിനേക്കാൾ വലിപ്പമുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദർപ്പണം ഏത്? ഓക്കെ, ഒബ്ജക്റ്റിനേക്കാൾ സൈസിലായിട്ടുള്ള ഏത് ഇമേജ് ഉണ്ടാവണം. അങ്ങനത്തെ മിറർ ഏതാണ്? പ്ലെയിൻ മിറർ ഉണ്ടാക്കാൻ പറ്റില്ല. കോൺവെക്സ് മിറർ ഉണ്ടാക്കാൻ പറ്റില്ല. കോൺവെക്സ് എപ്പോഴും ചെറുതേ ഉണ്ടാക്കുള്ളൂ, പ്ലെയിൻ മിറർ എപ്പോഴും സെയിം സൈസേ ഉണ്ടാക്കുള്ളൂ. വലുത് വേണോ, കോൺകേവിലേക്ക് തന്നെ പോകണം. ഓക്കെ, അത് റിയൽ ഇമേജിന്റെ കേസ് ആണെങ്കിലും വിർച്വൽ ഇമേജിന്റെ കേസ് ആണെങ്കിലും വലിയ ഇമേജ് വേണോ, ആരെ, കോൺകേവ് മിററിനെ തന്നെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ക്രമരഹിത പ്രതിപതനം, ഓക്കെ, ഇറഗുലർ റിഫ്ലക്ഷൻ, ഓക്കെ, ഇറഗുലർ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് ശരിയായവ. അപ്പോൾ താഴെ കൊടുത്ത ഈ 4 കാര്യങ്ങളിൽ ഏതാണ് ശരി എന്നുള്ള നിങ്ങൾ നോക്കേണ്ടത്. ആരുമായി ബന്ധപ്പെട്ട, ഇറഗുലർ റിഫ്ലക്ഷൻ, ക്രമരഹിത പ്രതിപതനം. നോക്കാം. പതന കിരണങ്ങൾ സമാന്തരമാണെങ്കിൽ പ്രതിപതന കിരണങ്ങളും സമാന്തരമായിരിക്കും. അല്ല, ഇത് തെറ്റാ. ഓക്കെ, കാരണം എന്താണ്, അത് ആർക്കുള്ളതാ, അത് റെഗുലർ റിഫ്ലക്ഷന്റെ കേസുള്ള അല്ലെങ്കിൽ ക്രമപ്രതിപതനത്തിന് ബാധകമാകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് വൺ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ബാധകമല്ല. അടുത്ത്, പതന കിരണങ്ങൾ സമാന്തരമാണെങ്കിൽ പ്രതിപതന കിരണങ്ങൾ സമാന്തരമായിരിക്കില്ല. ഓക്കെ, കറക്റ്റ് ആണ്.
അപ്പം നേരത്തെ കണ്ടല്ലോ അത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് അതാണ് കേട്ടോ. ഉണ്ടല്ലേ ഇതിൽ ഇത് പാരലാണ്, തിരിച്ചു പോകണം പാരലാണ്. ഇതാ ക്രമപ്രതിപതനം, ഇതാ ക്രമരഹിതം. ഓക്കെ, സ്കാറ്റേർഡ് ഓൾ ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലേ. അപ്പോൾ സമാന്തരമായി വരുന്നു, അവരെങ്ങനെയോ ചിതറി പോകുന്നു, അതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അത് പ്രതിപതനത്തിന് ശേഷം വ്യക്തമായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല, കറക്റ്റ് ആണ്. ഓക്കെ, പ്രതിബിംബം ഉണ്ടാവില്ല, ഇറഗുലർ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അടുത്ത് ഓരോ കിരണവും പരിഗണിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അത് റെഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിലും ഇറഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിലും റിഫ്ലക്ട് ചെയ്യുന്ന ഓരോ ലൈറ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതൊക്കെ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്. അതായത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യാതെ ഒരു ലൈറ്റ് പോലും എന്ത് ചെയ്യില്ല, റിഫ്ലക്ട് ചെയ്യില്ല. അത് ഏത് കേസ് ആണെങ്കിലും. സോ ഇത് തെറ്റാണ്, നമ്മളെ ഇത് കേസിന് ബാധകമല്ല. കാരണം ഈ കേസിലും ഓരോ ലൈറ്റും ഇവിടെ നോക്കടാ, ഓരോ ലൈറ്റ് റേയും ഇപ്പതാ ഈ വന്ന് തട്ടിപ്പോയ ഈ ലൈറ്റ് റേ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. ഇനി വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റ് റേന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കേസിൽ ഞാൻ നോർമലി വരക്കുന്നു ഈ ആംഗിളും ഇത് ആംഗിളും എന്താ സെയിം ആയിരിക്കും. അപ്പോൾ റിഫ്ലക്ഷൻ റെഗുലർ ആണോ ഇറഗുലർ നോക്കേണ്ട ആവശ്യമില്ല. ഓരോ ലൈറ്റ് റേയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോ ലൈറ്റ് റേയും എന്ത് ഒബേ ചെയ്തിരിക്കും, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പറഞ്ഞ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ഓരോ ലൈറ്റ് റേയും the angle of incidence and angle of reflection for each ray is not equal എന്നാ പറഞ്ഞത്. അത് ഈക്വൽ ആണ്, അത് ഇറഗുലറിനും റെഗുലറിനും ഈക്വൽ ആണ്. സോ നമുക്ക് ഇവിടെ അത് വേണ്ട, അത് തെറ്റാണ്. സോ ആൻസർ ബിയും സിയും മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ മതി. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, ഇത് എത്രയോ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. O എന്ന വസ്തുവിൽ നിന്ന് OA OB എന്നീ പ്രകാശരശ്മികൾ ഒന്നുമില്ല, ഇത് കണ്ടാൽ അങ്ങ് മനസ്സിലാക്കുക. ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിറർ ആണ്. പ്രതിബിംബ രൂപം ഇത് കംപ്ലീറ്റ് ആക്കാൻ മക്കളെ, ഇത് കംപ്ലീറ്റ് ആക്കുക. ഇതിങ്ങോട്ട് പോയി ഇത് രണ്ടും പോകുമ്പോൾ കൂട്ടിമുട്ടില്ല, ബാക്കോട്ടേക്ക് നമ്മൾ നീട്ടി വരക്കുന്നു. സോ ഇവിടെ മുട്ടുന്നു, ഹിയർ ഓർ ഇമേജ്. ഓക്കെ, ഇമേജ് കിട്ടി. നെക്സ്റ്റ്, ഈ ദർപ്പണത്തിൽ രൂപീകൃതമാകുന്ന പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ, പ്ലെയിൻ മിറർ അല്ലേ, ബിഹൈൻഡ് ദ മിറർ ദർപ്പണത്തിന് പുറകിൽ, ഓക്കെ, മിഥ്യ നിവർന്നത്, വിർച്വൽ ആൻഡ് ഇറക്റ്റ്, സെയിം സൈസ്, ഒരേ വലിപ്പം, ഇതൊക്കെ അങ്ങ് പറയാവുന്ന കാര്യങ്ങളാട്ടോ. നെക്സ്റ്റ്, an object is placed 20 cm away from a concave mirror. മക്കളെ സാധനം എന്താ, കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിന്റെ 20 സെന്റിമീറ്റർ അകലെ ഒബ്ജക്റ്റ് വെച്ചു -20 സെന്റിമീറ്റർ ആണ് യു വരിക കേട്ടോ. അടുത്ത്, the image obtained is at a distance of 30 cm. അപ്പോൾ പ്രതിബിംബം 30 സെന്റിമീറ്റർ അകലെ കിട്ടി. ഓൺ ദ സെയിം സൈഡ്, എവിടെ, വസ്തു വെച്ച അതേ വശത്ത് തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ ഇടത്തെ ഭാഗത്താണ് കിട്ടി പ്രതിബിംബം. അപ്പോൾ പ്രതിബിംബം ഇടത്തെ ഭാഗത്തായതുകൊണ്ട് വി എന്താ, നെഗറ്റീവ് എത്ര, 30 സെന്റിമീറ്റർ. കൃത്യമായി എഴുതി വെക്കുക. ഇനി ഫോക്കൽ ലെങ്ത് കാണണം. മിറർ ആണോ, ഫോക്കൽ ലെങ്ത് എന്താ മക്കളെ, എഫ് ഇസ് ഈക്വൽ ടു UV/U+V ആണ് ഇക്വേഷൻ വരിക. യു എത്ര, -20, വി എത്ര, -30, യു എത്ര, -20, വി എത്ര, -30. നെഗറ്റീവ് ഇൻ നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോ 20 × 30 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താ, നെഗറ്റീവ് ആണ്. സോ -50 ഉണ്ടാവും. സോ -50 പിശും. ആൻസർ ഈസ് 60 ബൈ വേണ്ട, ഇത് കട്ട് ചെയ്യാം നമുക്ക്. 20 5 അടുത്ത് 4 അല്ലേ. അപ്പോൾ എന്താ, 4 × 3 12 by -1. Answer is 12 by -1 is -12 is the right answer. So focal length is -12 centimeter. This simplification ആണ്, വേറൊന്നുമില്ല. ഓക്കെ, നേരെ ഇക്വേഷൻ കൊടുക്കുക, സൈൻ സഹിതം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 4th ചാപ്റ്ററിൽ നമുക്ക് ഈ രീതിയിലേക്കുള്ള ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്ര ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതി പ്രീവിയസ് ഇയറിൽ കണ്ടത്. ഏത് നമ്മുടെ മിറർ ഫോർമുലയൊക്കെ ഉപയോഗിച്ചുള്ള ഇക്വേഷൻസ് പ്രോബ്ലംസ് കേട്ടോ. ഇനി നമുക്ക് റിഫ്ലക്ഷൻ കഴിഞ്ഞു, റിഫ്രാക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിലെന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കണം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ നോക്കാം. ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് നോൺ ആസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മിഡ് പോയിന്റ് ഓഫ് ലെൻസ്, ഒരു ലെൻസ് കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും അതിന്റെ മിഡ് പോയിന്റ് എന്താ, അത് ഒപ്റ്റിക് സെന്റർ ആണ്. ഓക്കെ, പ്രകാശിക കേന്ദ്രം. സോ ആൻസർ ഈസ് ഒപ്റ്റിക് സെന്റർ ഓർ പ്രകാശിക കേന്ദ്രം. അടുത്ത്, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിന് ഭാഗികവും ക്രമരഹിതവുമായ ദിശാവ്യതിയാനം നേരത്തെ പറഞ്ഞു. അത് ഓക്കെ, ലൈറ്റ് ഒരു സ്മോൾ ഒബ്സ്റ്റക്കിൾ തട്ടിയിട്ട് അതിനുണ്ടാവുന്ന ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരെന്താ, സ്കാറ്ററിംഗ്, വിസരണം എന്ന് പറയും കേട്ടോ. അത് 7th ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, അനലൈസ്. ഇത് നേരത്തെ പറഞ്ഞാണല്ലോ, ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശരശ്മികളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഗ്ലാസ് നിന്ന് ഗ്ലാസ് നിന്ന് വായുവിലേക്ക്, ഗ്ലാസ് നിന്ന് എയറിലേക്ക് പോകുന്ന ലൈറ്റ് റേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ,
ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താ ഇവിടെ ഗ്ലാസ്സിൽ ക്രിട്ടിക്കൽ കോൺ എത്ര? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ മക്കളെ നോക്ക്, ക്രിട്ടിക്കൽ കോൺ ആകണമെങ്കിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 വരെ ഉള്ളത്. അതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആയിരിക്കും. സോ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര ഉണ്ടാവും മക്കളെ? ദാറ്റ് ഈസ് 42 ഡിഗ്രി ഉണ്ടാവും കേട്ടോ. അടുത്ത് പൂർണ്ണ ആന്തര പ്രതിഫലനത്തെ സൂചിപ്പിക്കുന്ന ചിത്രം അല്ലേ? ഇതിൽ ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? മക്കളെ ഇത് ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ട്, ഇത് പാർഷ്യൽ റിഫ്ലക്ഷൻ ആണ്. കാരണം ഇങ്ങോട്ട് പോകുന്ന ലൈറ്റിൽ കുറച്ച് ഭാഗം റിഫ്ലക്ട് ചെയ്യും, കുറച്ച് ഭാഗം റിഫ്രാക്ട് ചെയ്യും. ഓക്കെ, റിയൽ കേസിൽ ഇതാണ് സംഭവിക്കല്. ഓക്കെ, എന്നാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും ഒരു ചെറിയ ഒരു അളവ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് പോലും എന്ത് ചെയ്യില്ല? റിഫ്രാക്ട് ചെയ്യില്ല. പോകുന്ന ലൈറ്റ് റേസ് 100% എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും പറയാറ്. കാര്യങ്ങൾ സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പൊ ആൻസർ എന്താ മക്കളെ? പൂർണ്ണ ആന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ആ സി ഫിഗർ ആണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂർണ്ണ ആന്തര പ്രതിപതനം എന്താണെന്ന് വിശദമാക്കുക. എന്താ മക്കളെ പൂർണ്ണ ആന്തര പ്രതിപതനം? അതായത് പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ പതന കോണിൽ സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശം പൂർണ്ണമായും അതേ മാധ്യമത്തിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിപദിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തര പ്രതിപതനം. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ എന്താണ്? വെൻ എ ലൈറ്റ് റേ പാസസ് ഫ്രം ഹയർ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം ടു റയർ മീഡിയം. രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ഫ്രം ഹയർ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം, അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ ഡെൻസർ ടു റയർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ വെൻ എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം അറ്റ് an angle of incidence greater than critical angle, then the light ray will completely reflected into the same medium. This phenomenon is known as total internal reflection എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എന്തായി? പൂർണ്ണ ആന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയി. നെക്സ്റ്റ് വൺ ഈസ് പൂർണ്ണ ആന്തര പ്രതിപതനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രയോജനപ്പെടുത്തുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക. രണ്ട് സന്ദർഭങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എൻഡോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണം എഴുതിയാൽ മതി, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും എൻഡോസ്കോപ്പും കേട്ടോ. നെക്സ്റ്റ് താഴെ കൊടുത്ത ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യാം. വെൻ എ ലൈറ്റ് റേ എൻറ്റേഴ്സ് ഇൻ ടു എയർ ഫ്രം വാട്ടർ ദ ലൈറ്റ് റേ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. മൂവ്സ് ടുവാർഡ്സ് ദ നോർമൽ, അവേ ഫ്രം നോർമൽ. റൈറ്റ്, അപ്പോൾ വാട്ടറിന് എയറിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ ഡെൻസർ ടു റയർ അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത കൂടിയോട്ട് കുറഞ്ഞോട്ടേക്ക് പോകുന്ന സമയത്ത് ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആണ്. ഒരു സംശയവും വേണ്ട, കൃത്യമായി ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫിഗറിൽ കാണിച്ച നിങ്ങൾ നോക്കണ്ട, ചിലപ്പോൾ തെറ്റായിരിക്കും. നിങ്ങൾ എന്താ പഠിച്ചത്? എന്താ എവിടെ നിന്ന് എങ്ങോട്ടാണ് ലൈറ്റ് പോകുന്നത്? എയറിലേക്കാണ് പോണത് അല്ലേ? എവിടെ നിന്നാണ്? വാട്ടർ നിന്നാണ്. സോ വാട്ടറിന് എയറിലേക്ക് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തേക്കാണ്. സോ ഇറ്റ് ഷുഡ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. സോ ടുവാർഡ്സ് അല്ല, അവേ ഫ്രം നോർമൽ. സോ ലംബത്തിൽ നിന്ന് അകലണം. പ്രകാശിക സാന്ദ്രത കൂടിയെടുത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അപവർത്തനത്തിന് ശേഷം പ്രകാശരശ്മി ലംബത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കും. സോ ആൻസർ ഈസ് ലംബത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാൻ കാരണമായ ഈ പ്രതിഭാസത്തിന്റെ പേര് റിഫ്രാക്ഷൻ, അപവർത്തനം. ഓക്കെ, അതായത് ഇങ്ങനെ ബെൻഡ് ആവാനുള്ള കാരണം എന്താ? റിഫ്രാക്ഷൻ, അപവർത്തനം. ഓക്കെ, ഇനി അടുത്ത ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ജലത്തിൽ നിന്ന് വായുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശിക സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കും? പ്രകാശിക സാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിന് എന്താ സംഭവിക്കാനല്ല ചോദിച്ചത്? പ്രകാശ വേഗത, ലൈറ്റിൻ്റെ സ്പീഡ് എന്താ മക്കളെ? കൂടുകയാണ് ചെയ്യുക അല്ലേ? സോ ലൈറ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടുന്നു, ഇൻക്രീസസ്. റൈറ്റ്. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ആൻസർ എന്താ? കുറയുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പോഴാണ് ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യുക? കൂടുക. ഓക്കെ, നെക്സ്റ്റ്. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ വച്ചിരിക്കുന്ന OB എന്ന വസ്തുവിന്റെ സ്ഥാനം നിരീക്ഷിക്കുക. കണ്ടല്ലോ, OB എന്ന ഒബ്ജക്റ്റിന്റെ പ്ലേസ് നമ്മൾ നോക്കി. ബിറ്റ്വീൻ F and 2F ആണ് ക്വസ്റ്റ്യൻ. പ്രതിബിംബ രൂപീകരണത്തിന് രേഖാചിത്രം ഒന്നും ഇത് കംപ്ലീറ്റ് ആക്കാൻ മക്കളെ എന്താ? സിമ്പിൾ അല്ലേ? ഇതാ നേരെ വരക്കുന്നു, ഫോക്കസ് കൂടെ പോകുന്നു, ഒരു ലൈറ്റ് ഇതാ ഇങ്ങനെ ഒപ്റ്റിക് സെൻറ്റർ വഴി വിട്ടു, ഇവിടെ മുട്ടി അല്ലേ, ഇവിടെ മീറ്റ് ചെയ്യുന്നു, ആരോ മാർക്ക് മസ്റ്റാണ് കൊടുക്കണം. സോ ഇതാണ് നമ്മളുടെ എന്ത് വരിക? പ്രതിബിംബം, ഇമേജ് വരിക, വരയ്ക്കുക, വരച്ച മാർക്ക് കിട്ടി. സിമ്പിളാണ്. പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷ സ്വഭാവങ്ങൾ മക്കളെ എന്താണ്? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്താണ്? ഒന്ന് ബിയോണ്ട് 2F ആണ്, എൻലാർജ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 2F അപ്പുറം
വലിയ പ്രതിബിംബം യഥാർത്ഥം തലകീഴായത്. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? റെഡി? ഓക്കെ. നെക്സ്റ്റ്, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 50 സെന്റിമീറ്റർ ആയാൽ പവർ കണക്കാക്കുക. മക്കളെ, പവർ കാണണം ഫ്രം ഫോക്കൽ ലെങ്ത് 1/f എന്ന് അല്ലേ. ഈ ഫോക്കൽ ലെങ്ത് മീറ്ററിലാണെങ്കിൽ ഇതേപോലെ അങ്ങ് ചെയ്യാം. ഈ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണെങ്കിൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. നിങ്ങൾ വേഗം 100/f അടിച്ചാൽ മതി. ഓക്കെ, 100/f ചെയ്താൽ ക്യാൻസർ ആയി. ചെയ്യാനുള്ള സുഖത്തിന്. ഇപ്പോൾ ഇവിടെ ഫോക്കസ് ദൂരം സെന്റിമീറ്ററിലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കോ, ഇത് ഉപയോഗിക്കോ, ഇത് ഉപയോഗിക്കുക. അപ്പോൾ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 100/50. ഓക്കെ, എന്ത് ലെൻസാണ് മക്കളെ? കോൺവെക്സ് ലെൻസാണ്. അതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പ്ലസ് ആണ്. കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ആൻസർ എന്താ മക്കളെ? 100/50. സോ ആൻസർ ഈസ് +2 യൂണിറ്റ് എന്താ? ഡയോപ്റ്റർ. ഓക്കെ, സോ +2 ഡയോപ്റ്റർ ആണ് ഈ ലെൻസിന്റെ എന്ത് വരിക? പവർ വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Light falls obliquely from one medium to another is shown in the figure. Okay, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് വരുന്നത് ഒബ്ലിക്കലി ആണ് വരുന്നത്. mn is the normal at the point of incidence. Okay, എന്താ ക്വസ്റ്റ്യൻ അല്ലേ? mn is the normal. ഈ ക്വസ്റ്റ്യൻ അല്ല. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതിൽ ഏത് മീഡിയത്തിനാണ് കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്കാണോ ബിക്കാണോ? എയിൽ നിന്ന് ബിയിലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദിസ് ലൈറ്റ് ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. അങ്ങനെ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ ആവണമെങ്കിൽ ഈ മീഡിയം ഡെൻസർ മീഡിയം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇതിൽ ഏത് മീഡിയത്തിലാണ് പ്രകാശത്തിന് ലൈറ്റിന് സ്പീഡ് കൂടുതൽ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കാണേണ്ടത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കണ്ടെത്തുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്ത് സ്പീഡ്, കുറവുള്ള സ്ഥലത്ത് സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണല്ലോ? ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കടാ. ചുവടെ കൊടുത്തിരിക്കുന്ന റേ ഡയഗ്രാം പകർത്തി വരയ്ക്കുക. മുഖ്യ അക്ഷത്തിൽ പ്രതിബിംബം ലഭിക്കത്തക്ക വിധം പതരശ്മികളുടെ സഞ്ചാരപാത പൂർത്തിയാക്കുക. എന്താ പറഞ്ഞത്? മുഖ്യ അക്ഷത്തിൽ പ്രതിബിംബം ലഭിക്കത്തക്ക വിധം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എന്ത് ചെയ്യുക? സാധനം പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ കൂടെ പോകണം. ഇതാ ലൈക്ക് ദിസ്. ഓക്കെ, ഇതെന്ത് ചെയ്യണം? നേരെ അങ്ങ് പോകണം. സോ രണ്ടും ഇവിടെ മീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പ്രതിബിംബം കിട്ടും അല്ലേ. ഓക്കെ, പൂർത്തിയാക്കി. ഇനി അടുത്ത് പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ? മക്കളെ പ്രതിബിംബം കിട്ടില്ല. ഇമേജ് എവിടെ കിട്ടും? ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f അല്ലേ. ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2, എഫിനും 2fനും ഇടയിൽ. നെക്സ്റ്റ്, ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന് 2 സവിശേഷത. മക്കളെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാണ്? ഒന്ന്, സ്മോൾ ഇൻ സൈസ്, റിയൽ ആണ്, ഇൻവേർട്ടർ ആണ്. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആണ്. അപ്പോൾ എഫിനും 2fനും ഇടയിൽ സ്മോൾ ഇൻ സൈസ്, ചെറുതാണ്. പിന്നെന്താ? യഥാർത്ഥം തലകീഴായതൊക്കെ പറയാൻ പറ്റും. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സർട്ടൻ മീഡിയ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ടേബിളിൽ സ്പീഡ് ഓഫ് സർട്ടൻ മീഡിയാസ് ഇതൊക്കെ 10⁸8 ആണ്. കംപ്ലീറ്റ് എന്താണ്? 10⁸8, 10⁸8, 10⁸8, 10⁸8 ആണ് അല്ലേ. സോ വാക്വം, വാട്ടർ, ഡയമണ്ട് ഗ്ലാസ് റീഅറേഞ്ച് ദ ഗിവൺ മീഡിയ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇതിന്റെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ. മക്കളെ, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഓർത്തു വെക്കുക. അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുമ്പോൾ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് നിങ്ങൾ സ്പീഡ് എടുത്തത്. അപ്പോൾ ആദ്യം നല്ല സ്പീഡുള്ള എടുക്കണം. അപ്പോൾ ഏതാ? 3. അപ്പോൾ വാക്വം ആണ് ആദ്യം വരിക. ഓക്കെ, വാക്വം. രണ്ടാമത്തത് പിന്നുള്ളത് വാട്ടർ ആണ്. വാട്ടർ ആണ് പിന്നെ വരിക ഗ്ലാസ് ആണ് വരിക, പിന്നെ വരിക എന്താ? ഡയമണ്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിൽ അങ്ങ് എഴുതണം. ശൂന്യത, ജലം, ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. ഡയമണ്ടിന് എന്താ? ഡയമണ്ട് എന്നല്ലേ പറയാം. ഡയമണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഓർഡർ വരിക കേട്ടോ. സോ എ ക്വസ്റ്റ്യൻ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. If light enters obliquely making the same angle of incidence from air to this media separately, which media will give the largest value of angle of refraction? എന്താ പറഞ്ഞത്? ലൈറ്റ് എവിടെ നിന്നാണ്? സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എയർ ടു അല്ലേ. അപ്പൊ എയറിൽ നിന്ന് ഈ പറഞ്ഞ മീഡിയത്തിലേക്കൊക്കെ ആര് വരുന്നുണ്ട്? ലൈറ്റ് വരുന്നുണ്ട് എങ്കിൽ എയറിൽ നിന്ന് വാക്വത്തിലേക്ക്, എയറിൽ നിന്ന് വാട്ടറിലേക്ക്, എയറിൽ നിന്ന് ഡയമണ്ടിലേക്ക്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഏതിലാണ്, ഏത് കേസിലാണ് വിൽ ഗിവ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? മക്കൾ നോക്ക്, എയർന്നാണല്ലോ വരുന്നത്. എയർന്നാ വരുന്നത് അല്ലേ. എയർന്ന് വന്ന് ലൈറ്റ് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ടുവാർഡ്സ് ദ നോർമലാ. ഇങ്ങോട്ടേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്, നോർമലിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്.
ഈ ബെൻഡിങ് എത്രത്തോളം ബെൻഡിങ് നടക്കണമെന്ന് തീരുമാനിക്കൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടും തോറും ഈ ഇങ്ങോട്ടേക്കുള്ള ബെൻഡിങ് ഇങ്ങനെ എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ ഈ ബെൻഡിങ് കൂടി വരും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ആരൊക്കെ, ഡയമണ്ടിനാണ്. അപ്പോൾ ഡയമണ്ട് ആയിരുന്നു ഇവിടെ എങ്കിൽ ഇത് നല്ലോണം ഇങ്ങോട്ടേക്ക് അടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വളരെ കുറഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവ് കാണിക്കൽ ഡയമണ്ടിലായിരിക്കും. ഓക്കെ, ഗ്ലാസ് ആണെങ്കിലോ ഇത് കുറച്ച് ഇങ്ങോട്ട് പോകുമല്ലോ, അപ്പോൾ എന്താ അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടും. അപ്പോൾ വാക്വമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എയർന്ന് കറണ്ട് പോയി. ഓക്കെ മക്കളെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം എയർന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കണം. ലിസൺ. യെസ്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കണം. ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതിലേക്ക് വരുമ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എവിടെയാണ്, വാക്വത്തിലേക്ക്, ശൂന്യതയിലേക്ക് വരുന്ന സമയത്താണ്, വാക്വത്തിലേക്ക് വരുന്ന കേസിലാണ്, എയർന്ന് വാക്വത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, പിന്നെ അപവർത്തന കോൺ ഉണ്ടാവുക അല്ലേ. ആ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, കേവല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു മീഡിയത്തിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ കേവല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം. അതാണ് സാധനം. ഓക്കെ, എന്താണ്, പ്രകാശത്തിന് ശൂന്യതയിലുള്ള വേഗതയും പ്രകാശത്തിന് ആ മാധ്യമത്തിലുള്ള വേഗതയും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് എന്ത്, കേവല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ. സെറ്റാണല്ലോ, റെഡി. അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, തന്നിരിക്കുന്ന വിലകളിൽ നിന്ന് ഗ്ലാസിന്റെ കേവല അപവർത്തനാങ്കം കാണാൻ. എടാ, ഗ്ലാസിന്റെ കേവല അപവർത്തനാങ്കം കാണാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഗ്ലാസിന്റെ കേവല അപവർത്തനാങ്കം കാണാൻ പറഞ്ഞാൽ ഗ്ലാസിന്റെ സ്പീഡ് നമ്മൾ തന്നിട്ടുണ്ട് വി ഗ്ലാസ്. ഗ്ലാസിന്റെ സ്പീഡ് എത്രയാണ്, ഗ്ലാസ് അവിടെ 2 × 10⁸ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഗ്ലാസിന്റെ സ്പീഡ്. സോ ഗ്ലാസിന്റെ കേവല അപവർത്തനാങ്കം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ C/V. ആരുടേതാണെങ്കിലും C/V. C എന്താ, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം. V എന്താ, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം. സോ NG ആണ് കാണാൻ പറഞ്ഞത്, എന്ത്, ഗ്ലാസിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞു. അപ്പോൾ എന്താ, C/VG ഉണ്ടാവുക. C എന്താ, 3 × 10⁸ ആണ്. VG എന്താ, 2 × 10⁸ ആണ്. സോ ആൻസർ ഇത് കട്ടാകുമ്പോൾ ആൻസർ എന്താ, 1.5 ആണ്. എന്തിന്റെ കേവല അപവർത്തനാങ്കം, ഗ്ലാസിന്റെ കേവല അപവർത്തനാങ്കം. സെറ്റ് അല്ലേ മക്കളെ. അപ്പം ഇത്രയും ഞാൻ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം നമ്മൾ എന്തായി, ഈ ഒരു 3 ചാപ്റ്റേഴ്സ് നമ്മൾ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കണ്ടിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരിക്കലും അത് വിട്ടു പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ അഞ്ജന മിസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റൺ അഞ്ജന മിസ്സിന് കൈമാറാം. ഓക്കെ അല്ലേ. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. എക്സാം അടുത്തു, ഇനി എക്സാം അധികം സമയമൊന്നുമില്ല. അപ്പോൾ നന്നായി പ്രിപ്പറേഷൻ നിങ്ങൾ സ്ട്രോങ് ആക്കിക്കോളുക. ചാപ്റ്റർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസിൽ നിങ്ങൾ ഫുൾ ടോപ്പിക്സ് വൃത്തിക്ക് പഠിക്കണം. എല്ലാ നോട്ട്സ്, ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ നോട്ട്സ് ഉണ്ടാവും, സ്കൂളിലെ നോട്ട്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ടാർഗറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും കിട്ടിയിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ബാങ്ക് കയ്യിലുണ്ടാവും. അതിലെ ക്വസ്റ്റ്യൻസ് പരമാവധി നിങ്ങൾ സോൾവ് ചെയ്യുക. ബിക്കോസ് അതൊക്കെ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങളത് സോൾവ് ചെയ്യാതിരിക്കരുത്. എക്സാമിന് പോകുന്നതിന് മുൻപ് കംപ്ലീറ്റ് സോൾവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ 5 മിനിറ്റ് നമുക്ക് ക്ഷണിക്കാം. അപ്പോൾ കുറഞ്ഞൊരു സമയം ബ്രേക്ക് ഉണ്ട്, ഒരു 10 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.
Okay, good morning everybody. So Sachin sir 3 chapters he completed already and നിങ്ങൾ എല്ലാവരും 3 chapters set ആക്കിയിട്ടിരിക്കുകയായിരിക്കും എനിക്കറിയാം. So rest of the 4 chapters that we are going to discuss now. So എല്ലാവരും പോയോ അതോ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? റെഡി ആണോ? വേഗം റെഡി ആണെങ്കിൽ ഒന്ന് റെഡി ആണെന്ന് പറഞ്ഞേ. ബാക്കി 4 ചാപ്റ്റേഴ്സ് ഉച്ചയ്ക്ക് മുന്നേ തീർക്കുക, എന്നിട്ട് ബാക്കി നിങ്ങളുടെ ഒരു സ്ലൈറ്റ് നിങ്ങളുടേതായിട്ടുള്ളൊരു റിവിഷൻ തീർക്കുക. Then it's all set to go for your physics exams, your final public physics exam. Ready? Arfan, Sunil, Kannan, Shaida, ബാക്കിയുള്ള ടോക്കൊക്കെ നിർത്തിയിട്ട് back to here. We learn something. Yep, miss. Ready ആണ്. Okay. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ആൻസർ ഒക്കെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അറിയാത്തത് ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, സിനാൻ, ഓക്കെ. റെഡ് ബാറ്റ്, ഐ ഡു റിമെമ്പർ റെഡ് ബാറ്റ്. ഓക്കെ, റെഡിയാണ് മിസ്സേ. ഓക്കെ, മിസ് തുടങ്ങിക്കോ. ഓക്കെ സോ പ്ലീസ് അവോയ്ഡ് അതർ ടോക്സ്. നമുക്കിവിടെ ചാപ്റ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ പബ്ലിക് എക്സാം ആണ്, കഴിയാനായി എല്ലാം. മാത്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ്? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും എളുപ്പമായിരുന്നോ? മാത്സ് ഒക്കെ എല്ലാവർക്കും എളുപ്പമായിരുന്നോ? ഇറ്റ് വാസ് നോട്ട് ടഫ്. Okay, so shall we start from the second chapter, Vaidyuta Kandika Phalam, magnetic effect of electricity. So the first question, ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിന്റെ ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം. Which rule help us to find the direction of motion of a current carrying conductor placed in a magnetic field? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. വി നോ ദാറ്റ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി നോ വൺ റൂൾ. വിച്ച് ഈസ് ദാറ്റ് റൂൾ? ഏതാണ് ആ നിയമം? ഏതാണ്? വേഗം. കൃഷ്ണ, അച്ചാപ്പു ഇല്ലേ? ഹു ഇസ് ദിസ് അച്ചാപ്പു? കൃഷ്ണ കിടന്ന് കരയുന്നുണ്ട് അച്ചൂപ്പനെ കാണാൻ വേണ്ടിയിട്ട്. ട്രൂ വ്ലോഗ്. ഓക്കെ, മാത്സ് സെറ്റ് ആയിരുന്നു. ഓക്കെ, നൗ ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റൂൾ. കുറച്ച് റൂൾസ് ഇവിടെ തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ജൂൾസ് ലോ, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇതിലേത് റൂളാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? നോബഡി. നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ്, ആർക്കും അറിയില്ല. ഓക്കെ, ദ ആൻസർ ഇസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതായത് ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമം. അതായത് നമുക്കറിയാം, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിനൊരു ഫോഴ്സ്, ഒരു ബലം അനുഭവപ്പെടും. ആ ബലം, അതിന് പറയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്തായിരുന്നു? വിച്ച് ഇസ് ദ മോട്ടോർ പ്രിൻസിപ്പിൾ. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ വി യൂസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നിങ്ങളിവിടെ ബാക്കിയുള്ളവർ പഠിക്കുകയാണോ എന്ന് ചോദിച്ചിരുന്നോ? ബാക്കി എല്ലാവരും ഇരുന്ന് പഠിക്കും, ലാസ്റ്റ് നിങ്ങൾ ചമ്മും. കേട്ടല്ലോ? നെക്സ്റ്റ് വൺ, what's the energy transformation take place in a moving coil loudspeaker? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? വെരി സിമ്പിൾ. ഓക്കെ, ഇവിടെ ഞാൻ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, എന്താണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? എന്താ നമുക്ക് കിട്ടുക? ലൗഡ് സ്പീക്കറിന് ലാസ്റ്റ് കിട്ടുന്ന സൗണ്ട്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സൗണ്ട് എനർജി.
ക്ലിയർ? നൗ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം വിശദമാക്കുക. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം വിശദമാക്കുക. വി ഹാവ് ടു, അതായത് അതിന്റെ വർക്കിംഗ് എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ തിങ്ക് ഹിയർ ഇസ് വൺ ഡയഗ്രാം. വെയിറ്റ് എ മിനിറ്റ്. Okay. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. Okay, so listen. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മളുടെ ഡയഗ്രാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കണക്റ്റിംഗ് വയേഴ്സിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പം ഇത് എവിടെ എത്തും? ഈ ഇലക്ട്രിസിറ്റി എവിടെ എത്തും? നമ്മുടെ വോയിസ് കോയിലിന്റെ മുകളിലെത്തും. വോയിസ് കോയിൽ എവിടെയാണുള്ളത്? വോയിസ് കോയിൽ ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ഇത് സോഫ്റ്റ് അയൺ കോർ ആണ്. ഈ നമ്മളുടെ മാഗ്നറ്റിന്റെ ചുറ്റുമായിട്ടാണ് എന്ത് വെച്ചിട്ടുള്ളത്? മാഗ്നറ്റിന്റെ ചുറ്റുമല്ല, മാഗ്നറ്റിന്റെ ഉള്ളിലായിട്ടാണ് നമ്മളുടെ വോയിസ് കോയിൽ ഉള്ളത്. അതായത് കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. വോയിസ് കോയിൽ ഇസ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ കണക്റ്റിംഗ് വയേഴ്സിലൂടെ കറന്റ് ക്യാരിയിങ് നമ്മുടെ കണ്ടക്ടറിലേക്ക്, വോയിസ് കോയിലിലേക്ക് കറണ്ട് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അതിനൊരു ബലം അനുഭവപ്പെടാൻ തുടങ്ങും. ആ ബലം കാരണം ഈ വോയിസ് കോയിൽ മുന്നോട്ടും താഴോട്ടും ടു ആൻഡ് ഫ്രോ അതെന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് അത് മൂവ് ചെയ്യുന്നത് കാരണം അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ വലിയ സാധനം എന്താണ്? വിച്ച് ഈസ് ദ ഡയഫ്രം. ഈ ഡയഫ്രം എന്ത് ചെയ്യാൻ തുടങ്ങും? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡയഫ്രം ഇസ് ഓൾസോ സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ്. അങ്ങനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ? സോ ദ നെക്സ്റ്റ് വൺ, വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാൻ സോളിനോയിഡുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഓക്കെ, ഒരു സോളിനോയിഡിനുള്ള വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്ക് അഭിമുഖമായി വരുന്ന ഭാഗത്ത് വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ അഗ്രത്ത് ഏത് കാന്തിക ധ്രുവമായിരിക്കും? അതായത് ഒരു സോളിനോയിഡ് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത്, സോ ലെറ്റ്സ് സേ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഇപ്പം എ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ഇത് ക്ലോക്ക് വൈസിലാണ്, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, വിച്ച് ഇസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഏതായിരിക്കും കാന്തിക ധ്രുവം? ഏത് കാന്തിക ധ്രുവം ആയിരിക്കും ഉണ്ടാകുന്ന ചോദിച്ചാൽ, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും? സൗത്ത്. ആൻഡ് അപ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ നോർത്ത് ആവുമ്പോൾ എപ്പോഴാണ്? ആന്റി ക്ലോക്ക് വൈസ് ആവുമ്പോൾ നോർത്ത് പോളും ആയിരിക്കും. സോ ദിസ് വിൽ ബി സൗത്ത് പോൾ. സൗത്ത് പോൾ. ക്ലിയർ? ദിസ് ഇസ് ദ സൗത്ത് പോൾ. നമ്മൾ ട്രിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. S, south pole, and which is in the clockwise direction, and north, and this arrow indicates a
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ നോർത്ത് ആണെങ്കിൽ അപ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ഇറ്റ് വിൽ ബി ഇൻ ദ സൗത്ത് പോൾ. നെക്സ്റ്റ് വൺ, സോളിനോയിഡിന്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. സോളിനോയിഡിൽ എങ്ങനെയാണ് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്? ഒരു കറണ്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ കാന്തിക മണ്ഡലം ഉണ്ടാവും. സോ എത്രത്തോളം കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടുത്തെ കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കും അല്ലെ? ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് by increasing the intensity of current. And one more thing, you can increase the number of turns. ചുറ്റുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിലും അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ കറണ്ടിന്റെ അളവ് അവിടുത്തെ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടും. ക്ലിയർ? നെക്സ്റ്റ് വൺ, ക്ലിയർ ആണോ? Okay, I think you guys are not interested in this and some other talks. Fine, carry on. Next one, മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ചിത്രം നിരീക്ഷിക്കുക. മൈക്രോഫോണിന്റെ എ ബി എന്നീ ഭാഗങ്ങൾ എന്താണെന്ന് രേഖപ്പെടുത്തുക. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇവിടെ തന്നിട്ടുള്ളത് ദിസ് ഇസ് ദ ഫിഗർ ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദ എ പാർട്ട്. ഇത് എന്തായിരിക്കും ഇവിടെ? This one is known as the diaphragm. A എന്ന് പറയുന്നത് എന്താണ്? Which is diaphragm. Next one, what is B? B എന്ന് പറയുന്നത് ഈ കുറെ ടേൺസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള പാർട്ടിനെയാണ് അവർ B എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. B is nothing but the voice coil. Voice coil. Next one, how does electrical signal in accordance with the sounds are generated in the microphone? അതായത് എങ്ങനെയാണ് മൈക്രോഫോണിൽ ശബ്ദത്തിന് അനുസൃതമായ സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ശബ്ദത്തിനനുസരിച്ച് വൈദ്യുതി ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇവിടുത്തെ മൈക്രോഫോണിന്റെ എനർജി കൺവേർഷൻ എന്താണ്? സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ഓർ എൽസ് യു ക്യാൻ സേ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ആ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? സോ വി ഷുഡ് നോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഓർ ഇറ്റ് ഈസ് വർക്ക് ബേസ്ഡ് ഓൺ വാട്ട്? Which is electromagnetic induction. മാറിപ്പോവരുത്. ലൗഡ് സ്പീക്കർ ഇസ് മോട്ടോ പ്രിൻസിപ്പിൾ ആൻഡ് ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ നടക്കുന്നത്? ഇവിടെ നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നതിനനുസരിച്ച്, അതായത് ഇവിടെ ഡയഫ്രം നമ്മുടെ സൗണ്ട് വേവ്സ് ഇവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ഡയഫ്രം എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പം ഡയഫ്രത്തിന് അടുത്തുള്ള നമ്മളുടെ വോയിസ് കോയിൽ എന്ത് ചെയ്യും? മുന്നോട്ടും പിന്നോട്ടുമായിട്ട് വോയിസ് കോയിൽ ഇസ് ഓൾസോ സ്റ്റാർട്ട്സ് ടു മൂവ്. ഈ വോയിസ് കോയിൽ എവിടെയാണ് വെച്ചിട്ടുള്ളത്? നമ്മളുടെ മാഗ്നറ്റിന് ചുറ്റുമാണ് വോയിസ് കോയിൽ വൂണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഒരു കാന്തിക മണ്ഡലത്തിന് ചുറ്റും നമ്മളുടെ അതായത് സോളിനോയിഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്ന പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോളിനോയിഡിലേക്ക് ഒരു മാഗ്നറ്റ് കടത്തിവിടുന്നു, അവിടെ എന്തുണ്ടാവുന്നു? EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ. സോ ഹിയർ ഓൾസോ ഈ വോയിസ് കോയിൽ നമ്മളുടെ സോളിനോയിഡ് എന്ത് ചെയ്യുന്നു? എവിടെ മൂവ് ചെയ്യുന്നു? ഒരു കാന്തിക മണ്ഡലത്തിന് ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദ ഇൻഡ്യൂസ് ആൻ EMF, അതായത് ഈ വോയിസ് കോയിലിന്റെ മുകളിൽ എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? നമ്മളുടെ ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച്. ഡയഫ്രം മൂവ് ചെയ്യുന്നു, ഡയഫ്രം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വോയിസ് കോയിൽ മൂവ് ചെയ്യുന്നു, വോയിസ് കോയിൽ കാന്തിക മണ്ഡലത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ? ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. നെക്സ്റ്റ് വൺ, ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ 2 പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് എഴുതുക. നമ്മളിപ്പോൾ പഠിച്ച ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണോ? അല്ല, വിച്ച് ഇസ് എ മൈക്രോഫോൺ. സോ ഏതൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ? ഇവിടെ നോക്കുക, ഈ ക്വസ്റ്റ്യനിൽ പാർട്സ് ആർ ഓൾമോസ്റ്റ് സെയിം, ചെറിയൊരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട് ആൻഡ് മാഗ്നറ്റ് കണക്ടിംഗ് വയർ. പ്രധാന ഭാഗങ്ങൾ എഴുതാൻ പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് ദ വോയിസ് കോയിൽ ആൻഡ് ഡയഫ്രം, ഓർ എൽസ് വോയിസ് കോയിൽ മാഗ്നറ്റ്. Next one, write the working principle of the device. What is the working principle? Motor principle. Already explained ചെയ്തു കഴിഞ്ഞു. What is the working principle? Motor principle. കാരണം കണക്റ്റിംഗ് വയറിലൂടെ ഇലക്ട്രിസിറ്റി എത്തുന്നു. ഇലക്ട്രിസിറ്റി എത്തുമ്പോൾ വോയിസ് കോയിൽ is moving inside a magnetic field. So it will experience a force. According to that, diaphragm is moving and it will produce sounds. So which is motor principle. Motor principle. നെക്സ്റ്റ് വൺ, എ ബി എന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. സോ ദിസ് ഇസ് എ ബി എന്ന് പറയുന്ന ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒബ്വിയസ്ലി എന്തുണ്ടാകും? ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്.
സോ മാക്സ്വെല്ലിന്റെ വലംപിരി സ്ക്രൂ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശ എഴുതുക. So according to Maxwell's right hand screw rule, we should find out the direction of magnetic field. നമുക്ക് സ്ക്രൂ റൂൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ചിലവർക്കൊക്കെ. എന്താ സ്ക്രൂ റൂൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പം ടൈറ്റ് ആവുന്ന ഒരു റൈറ്റ് സ്ക്രൂ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടിപ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആൻഡ് ആ റൊട്ടേറ്റ് ചെയ്യുന്ന സൈഡ്, ഒബിയസ്ലി ആ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഹെഡ് പാർട്ട് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? വിച്ച് ഇൻഡിക്കേറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതും തന്നെ വെച്ചിരിക്കണമെന്നില്ല. യു ക്യാൻ യൂസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എഴുതുമ്പോൾ നിങ്ങൾ സ്ക്രൂ റൂൾ എഴുതുക, ബട്ട് യു ക്യാൻ യൂസ് ദ തമ്പ് റൂൾ. തമ്പ് റൂൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? തമ്പ് ഇൻഡിക്കേറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് അതർ ഫിംഗേഴ്സ് കേൾസ് അറൌണ്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ നോക്കുക, ഈ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത് നോക്കുക. ഇങ്ങനെയാണ് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ടുള്ളത്. സോ ഫിംഗേഴ്സ്, നമ്മുടെ ബാക്കി ഫിംഗേഴ്സ് 4 ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യണമെങ്കിൽ നമ്മുടെ തമ്പ് എങ്ങോട്ടാണുള്ളത്? ബിയിലേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദ ഡയറക്ഷൻ വിൽ ബി എ ടു ബി. ക്ലിയർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലോക്ക് വൈസ് somebody is commenting. Oh no, useless talk. Now observe the figure of a DC motor. So this will be the diagram of a DC motor. Write the name of the parts labeled as A and B. ഇവിടെ A and B കാണിച്ചിട്ടുള്ള പാർട്സ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. സോ ഹിയർ A എന്ന് കാണിച്ചിട്ടുള്ള ഏതാണ്? ദിസ് സ്ക്വയർ ഷേപ്പ് തിങ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ദ ആർമേച്ചർ. A is the armature. Now what is this B? DC മോട്ടോർ ആണ്. DC മോട്ടോറിലാണെങ്കിൽ ഈ റിംഗ് പാർട്ട് എന്താണെന്ന് നമുക്കറിയാം. സ്ലിപ്പ് ആണോ സ്പ്ലിറ്റ് ആണോ? ഡോണ്ട് ഫോർഗെറ്റ് സ്പ്ലിറ്റ് റിംഗ്സ്. ഓക്കെ, split rings. Next one, what are the changes to be made so as to convert this device into an AC generator? DC മോട്ടോറും AC ജനറേറ്റേഴ്സും തമ്മിൽ വലിയ സ്ട്രക്ചറൽ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമ്മുടെ DC മോട്ടോറിൽ നിന്ന് ഇതിനെ ജനറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു യൂസ്? ഓൺലി വൺ തിങ് വി ഹാവ് ടു ചേഞ്ച്, വിച്ച് ഇസ് ദ സ്പ്ലിറ്റ് റിംഗ്സ്. ഈ സ്പ്ലിറ്റ് റിംഗ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ലിപ്പ് റിംഗ് ആക്കി മാറ്റണം അല്ലേ? സ്പ്ലിറ്റ് റിംഗ്സിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി യൂസ് ചെയ്യണം? സ്ലിപ്പ് റിംഗ്സ് യൂസ് ചെയ്യണം. എന്നാൽ ഇത് എന്തായിട്ട് മാറും? ജനറേറ്റർ ആയിട്ട് മാറും. ക്ലിയർ? ജസ്റ്റ് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇത് എഴുതി വെച്ചാൽ പറയും ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് നമ്മൾ DC-യിൽ യൂസ് ചെയ്യുന്നത്. സോ AC-യിലേക്ക് മാറ്റുമ്പം, ജനറേറ്ററിലേക്ക് മാറ്റുമ്പം എന്ത് യൂസ് ചെയ്യണം? സ്ലിപ്പ് റിംഗ്സ് യൂസ് ചെയ്യണം. Now write the electrical device which converts electrical energy to mechanical energy. Electrical energy നെ, അതായത് നമ്മുടെ വൈദ്യുതോർജ്ജത്തിനെ യാന്ത്രികോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് ഡിവൈസിന്റെ എക്സാമ്പിൾസ് എഴുതാം. വെരി ഈസി തിങ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. There are electric iron, soldering iron, loudspeaker, electric mixie, എല്ലാം എന്താണ്? ഫാൻ. ഇതൊക്കെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഊർജ്ജ പ്രതിസന്ധി കുറയ്ക്കാൻ 4 മാർഗ്ഗങ്ങൾ പറഞ്ഞുതരും. യു ഹാവ് ടു വെയിറ്റ് ലിറ്റിൽ മോർ. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിലേക്ക് എത്തും. വി ക്യാൻ ഡിസ്കസ് ഓവർ ദേ. സോ പ്ലീസ് വെയിറ്റ്. നെക്സ്റ്റ് വൺ, വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാൻ സോളിനോയിഡുകൾ ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ. റിപ്പീറ്റേഷൻ, ക്യാൻസലിംഗ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC മോട്ടോർ. ഇതിന് നേരെ കുറച്ചും കൂടി വ്യത്യാസമായിട്ടല്ല, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചോദിക്കാം. വൈ ഇറ്റ് ഈസ് നോൺ ആസ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ? ആൻസർ ഇസ് സെയിം. എന്തുകൊണ്ടാണ്? ഓരോ ഹാഫ് റൊട്ടേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഡയറക്ഷൻ ഓഫ്, അതായത് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് റിംഗ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നൗ ദ നെക്സ്റ്റ് വൺ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. സോ ഒബ്സർവ് ദ ഫിഗർ ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. എയും ബിയും ആയിട്ട് ലേബിൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കും. സി, ഓൾ ആർ കൈൻഡ് ഓഫ് ദ സെയിം ക്വസ്റ്റ്യൻ. തൊട്ട് മുന്നേ ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും 2 പാർട്സ് എഴുതുമെന്നായിരുന്നു. ഇവിടെ നോക്കുക, എയും ബിയും. ഇവിടെ ബി എന്ന് കാണിച്ചിട്ടുള്ളത് ഏതാണ്? നമ്മളുടെ മാഗ്നറ്റിനെയാണ് അവിടെ
നമ്മളുടെ ഫീൽഡ് മാഗ്നറ്റ്സ്. Field magnets is known as the B. Now, what is A? A is nothing but the voice coil. Voice coil. Clear? Now, the next one. Write the function of diaphragm in this device. ഇവിടെ ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ കണക്റ്റിംഗ് വയേഴ്സിലൂടെ കറണ്ട് എത്തി വോയിസ് കോയിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ്. അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് വൈബ്രം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വൈബ്രം എന്ന് പറയുന്നത് ഒരു അയൺ ഷീൽഡ് കൊണ്ടായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. സോ ഇത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം when the diaphragm starts to vibrate, what happen? According to that, ആ ഡയഫ്രത്തിന് ചുറ്റുമുള്ള എയർ molecules is also starts to vibrate so that it will produce the sound. Okay, so that it will produce the sound. Clear ആണല്ലോ? Now the next one. AB സോളിനോയിഡിലൂടെ DC വൈദ്യുതി പ്രവഹിക്കുന്നു. സോളിനോയിഡിന്റെ എ എന്ന അഗ്രത്തിൽ വൈദ്യുത പ്രവാഹ ദിശ അപ്രദക്ഷിണ ദിശയിലാണ്. അതായത് സോളിനോയിഡിന്റെ എ എന്ന അഗ്രത്തിൽ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എ എന്ന ഭാഗത്ത് അപ്രദക്ഷിണ ദിശയിലാണ്, വിച്ച് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എ എന്ന അഗ്രത്ത് സോളിനോയിഡിന്റെ കാന്തിക ധ്രുവത എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ സെയിം ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? വിച്ച് ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോ വിച്ച് ഈസ് സൗത്ത് പോൾ. ഹിയർ ഇറ്റ് ഈസ് അപ്രദക്ഷിണ ദിശ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദിസ് ഈസ് നോർത്ത് പോൾ. നോർത്ത് പോൾ. Now, സോളിനോയിഡിന് പകരം ഒരു ഋജു ചാലകം ഉപയോഗിച്ചാൽ അതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താനുള്ള നിയമം എഴുതുക. സോളിനോയിഡിന് പകരം നമ്മളൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താൻ നമുക്ക് ഏത് ഉപയോഗിക്കാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ക്ലിയർ ആണോ? ഓക്കെ. Now, the next chapter, വൈദ്യുത കാന്തിക പ്രേരണം, electromagnetic induction, one of the very important chapter. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. Don't skip this chapter. Please learn it, which is very important. Secondary coil of a transformer has double turns than of its primary coil. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിലില് പ്രൈമറി കോയിലിനേക്കാളും 2 ഇരട്ടി ടേൺസ് ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് 2 ഇരട്ടി ഉണ്ട്. ഓക്കെ. So, if the voltage applied to the primary coil is 25 volt, what will be the voltage in the secondary? Voltage in the secondary. We know that transformer is a device used to increase or decrease the voltage without power loss. Power നഷ്ടം ഇല്ലാതെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. So, there are 2 types of transformer, which is step-up transformer and step-down transformer. സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ എന്തായിരിക്കും? നമുക്ക് വോൾട്ടേജ് കൂട്ടാണ് വേണ്ടത്. സോ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. സോ നമ്പർ ഓഫ് ടേൺസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ വോൾട്ടേജും കൂടുതലായിരിക്കും. ഓർത്ത് വയ്ക്കുക. ഓക്കെ. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും ആൻഡ് കറണ്ട് വിൽ ബി ലെസ്. കറണ്ട് കുറവായിരിക്കും. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അവിടെ ചോദിച്ചിട്ടുള്ളത് പ്രൈമറിയിൽ കൊടുത്ത വോൾട്ട് എന്ന് പറയുന്നത് 25 ആണ്. And secondary number of turns കൂടുതലാണ്. So how much will be the value? എത്രയായിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും. So 50 volt. Now, which arrangement converts the AC induced in the armature of DC generator into DC? നമുക്കറിയാം AC generator, DC generator apparatus are almost same except one thing. ഏതാണത്? AC generatorയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിങ്ങും DCയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങും ആണ്. അല്ലേ? ഈ 2 കാര്യങ്ങളാണ് മാറ്റമുള്ളത്. ആൻഡ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് AC ആണ് ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. 2 കേസിലും ഇൻഡ്യൂസ് ചെയ്യുന്നത് AC ആണ്. അല്ലേ? ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് AC ആണ്. പക്ഷെ എങ്ങനെയാണ് DC ജനറേറ്ററിൽ അത് DC ആയിട്ട് മാറ്റുന്നത്? ഹൗ വി ക്യാൻ കൺവേർട്ട് ഇറ്റ്? യൂസിങ് split rings. So that split rings will change the direction of current in every half rotation. ഓരോ അർദ്ധഭ്രമണത്തിലും സ്പ്ലിറ്റ് റിങ്സ് എന്ത് ചെയ്യും? ഡയറക്ഷൻ ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ ദിശ ചേഞ്ച് ചെയ്യുന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് എ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? സം ഓഫ് യു മേ ബി ഇറ്റ് വിൽ ബി ക്വൈറ്റ് കൺഫ്യൂസിങ്. ആംപിയർ, കിലോവാട്ട് അവർ, വോൾട്ട്. നോർമലി ചിലരൊക്കെ എഴുതി വെക്കുക കിലോവാട്ട് ആണ്. നോ, കിലോവാട്ട് അവർ. കൊമേഴ്ഷ്യൽ യൂണിറ്റ്, വ്യാവസായിക യൂണിറ്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഈസ് കിലോവാട്ട് അവർ.
Next one, write any two precautions to be taken to avoid electric shock. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ. ഫസ്റ്റ് വൺ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ കൈയൊക്കെ നനഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, സോക്കറ്റ് പോയിട്ട് പിടിക്കുക അല്ലെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യാനോ പ്ലഗ് ഔട്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. Don't use the electric device or electric appliance by using wet hands. If the hands are wet, don't use it. Okay, നനഞ്ഞ കൈ കൊണ്ട് പോയിട്ട് സ്വിച്ച് ഒന്നും തൊടെ ഓൺ ആക്കുകയൊന്നും ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, പ്ലഗ് ഇൻ ചെയ്യുമ്പോഴും പ്ലഗ് ഇന്ന് സോക്കറ്റിലേക്ക് നമ്മളൊരു പ്ലഗ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും എന്ത് ശ്രദ്ധിക്കുക, മേക്ക് ഷുവർ ദാറ്റ് സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്. സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം പുട്ട് ഇൻ ചെയ്യുക ആൻഡ് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. ക്ലിയർ? ആൻഡ് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് വർക്ക്സ് നടക്കുമ്പോൾ മെയിൻ സ്വിച്ച് ആദ്യം ഓഫ് ചെയ്തിടുക. ആൻഡ് യു ക്യാൻ വെയർ ദ റബ്ബർ ഷൂസ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ, some characteristics of step-up transformers and step-down transformers are given below. Select the statement suitable for step-up transformer. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായിട്ട് സ്യൂട്ട് ആകുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് സെലക്ട് ഇറ്റ്. ഫസ്റ്റ് വൺ, പ്രൈമറി വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡറി വോൾട്ടേജ്. പറഞ്ഞു കഴിഞ്ഞു, വോൾട്ടേജ് കൂട്ടുന്നതാണ് എന്ത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സോ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ എടുക്കുക എവിടുന്ന, സെക്കൻഡറിയിൽ നിന്ന്. പ്രൈമറിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഔട്ട്പുട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് സെക്കൻഡറിയിലാണ്. അപ്പോൾ അവിടെ ആയിരിക്കണം വോൾട്ടേജ് കൂടുതൽ. ഇവിടെ എന്താണ് പറഞ്ഞത്, പ്രൈമറി വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി. അപ്പോൾ അതെന്തല്ല, സ്റ്റെപ്പ് അപ്പ് അല്ല, വിച്ച് ഈസ് ഫോർ സ്റ്റെപ്പ് ഡൗൺ. സോ ദിസ് ഈസ് നോട്ട്. നൗ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈമറി വോൾട്ടേജ്. അതായത് സെക്കൻഡറി കോയിലിലെ വോൾട്ടത പ്രൈമറി കോയിലിലെ വോൾട്ടതയേക്കാൾ കൂടുതലായിരിക്കും. ദിസ് ഈസ് ദ കറക്റ്റ്. നൗ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ഇസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡറി. ഞാൻ പറഞ്ഞു വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ കറണ്ട് കുറവും പ്രൈമറിയിൽ കറണ്ട് കൂടുതലുമായിരിക്കും. സോ ദിസ് ഇസ് ദ കറക്റ്റ് വൺ. സോ ഹിയർ ഓൾസോ പ്രൈമറി കോയിലിലെ കറണ്ട് സെക്കൻഡറി കോയിലിനേക്കാൾ കൂടുതലായിരിക്കും. നെക്സ്റ്റ്, current in the secondary coil is greater than in the primary coil. Current in the secondary coil is greater than in the primary coil, which is step down. So idalla. Thick wires are used in the primary, thick wires are used in the secondary. illa edana primary il vannam koodiya kambikal ubhayikkunnu, last one secondary il vannam koodiya kambikal ubhayikkunnu. എവിടെയാ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുക, ഓർത്ത് വെക്കുക. ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു, എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ അവിടെ വോൾട്ടേജ് കൂടും, നമ്പർ ഓഫ് ടേൺസ് കുറവ് അവിടെ വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവിടെ കറണ്ട് എന്തായിരിക്കും, വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവിടെ കറണ്ട് കുറവായിരിക്കും. വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും. സോ കറണ്ട് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ആയിരിക്കും തിക്ക് വയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലാണ് കറണ്ട് കൂടുതൽ. അപ്പോൾ അവിടെ ആയിരിക്കും എന്തുണ്ടാവുക, വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് വൺ സെക്കൻഡറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നു, നോ, വിച്ച് ഇസ് നോട്ട്. നെക്സ്റ്റ് വൺ, ഒരു ജനറേറ്ററിന്റെ രേഖാചിത്രം താഴെ നൽകിയിരിക്കുന്നു. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ജനറേറ്റർ ഇസ് ഗിവൺ. ഏത് തരം ജനറേറ്റർ ആണെന്ന് എഴുതുക, എ സി ഓർ ഡി സി, വിച്ച് ഇസ് എ സി ജനറേറ്റർ ഓർ ഡി സി ജനറേറ്റർ. ഇവിടെ നോക്കുക ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്. മാറ്റം മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം മതി, സ്പ്ലിറ്റ് റിംഗ് ആണോ സ്ലിപ്പ് റിംഗ് ആണോ. ഇവിടെ there are two separate rings are there. This is the, which is this, slip ring. So this is the AC generator. The AC ആണ്. Next one, name the parts of the generator marked as 1, 2, 3, 4. ഇവിടെ 1 എന്താണ്, which is the field magnets. Field magnets. And what is the 2? 2 is the armature. This is the armature. What is the 3? 3 is nothing but the slip ring. And this is nothing but the brushes. Clear? Now the next one, state the working principle of this device. What is the working principle of AC generator? Which is electromagnetic induction. മറന്നു പോകരുത്, എ സി ജനറേറ്ററിന്റെ ഡി സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? Whenever there is a change in magnetic flux linked with a coil, an EMF is induced in that coil. ഒരു കാന്തിക ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നത് വഴി ആ കോയിലിൽ എന്തുണ്ടാകുന്നു, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയാം. അല്ലേ? ക്ലിയർ? ക്ലിയർ ആണോ?
Now next one. Observe the circuit of household electrification. ഒരു household electrification ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. Which device is used to measure the electrical energy consumed in household circuit? അതായത് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ വീടുകളിൽ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഇതിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കിലോ വാട്ട് അവർ മീറ്റർ. ദിസ് ഇസ് ദ ആൻസർ. കിലോ വാട്ട് അവർ മീറ്ററിലൂടെയാണ് നമ്മുടെ KCB-കാരൊക്കെ വന്നിട്ട് നമുക്ക് അതിൽ നല്ല ബില്ലൊക്കെ ചെക്ക് ചെയ്ത് റീഡിങ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ബില്ല് വരുന്നത്. സോ കിലോ വാട്ട് അവർ മീറ്റർ ഇസ് ദ ഡിവൈസ് യൂസ് ടു measure the electrical energy consumed in a household. Okay, now write any two advantage of connecting the device in parallel in household circuit. Household circuits most of the components are connected in parallel connection. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്താണ് പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, സിമിലാരിറ്റീസ്, വാട്ട് എവർ എവറിത്തിങ് അല്ലെ. അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. സോ പാരലൽ കണക്ഷൻ സമാന്തര രീതിയിൽ എന്തുകൊണ്ട് കണക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, സമാന്തര രീതി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ഇറ്റ്, അഡ്ജസ്റ്റ് ഇറ്റ് വിത്ത്, വർക്ക്ഡ് ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് സ്വിച്ചസ്. ഓരോ ഡിവൈസും ഓരോ കോമ്പണൻസും നമുക്ക് ഡിഫറെൻറ്റ് സ്വിച്ചസ് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, ഏതെങ്കിലും ഒരു ഡിവൈസ് ഡാമേജ്ഡ് ആയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഡിവൈസിന് കേട് വന്നു കഴിഞ്ഞാലും അത് ബാക്കിയുള്ളതിനെ ബാധിക്കില്ല. ബാക്കിയുള്ളത് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷേ ശ്രേണി രീതിയിലാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സർക്യൂട്ടിൽ ഏതെങ്കിലും ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ദ ഹോൾ സർക്യൂട്ട് വിൽ കൊളാപ്സ് അല്ലേ. പക്ഷേ ഇവിടെ സമാന്തര രീതിയാണെങ്കിൽ, പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് കേടാവുന്നത് ബാക്കിയുള്ളതിനെ അഫക്റ്റ് ചെയ്യില്ല, ബാക്കി സർക്യൂട്ടിനെ അഫക്റ്റ് ചെയ്യില്ല. ഡു റിമെമ്പർ? Then write the function of ELCB. What is the function of ELCB? ആർക്കെങ്കിലും അറിയാം? ഓക്കെ, ആർക്കെങ്കിലും അറിയോ what is the function of ELCB? എന്താണ് ELCBന്റെ ഫുൾ ഫോം? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ELCB എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു? ലിസൺ, അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും ഇൻസുലേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുമായിട്ട് ആ വയർ കണക്റ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് പോയി തൊട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ, ഷോക്ക് അടിക്കും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ELCB, നമ്മൾ ഇതിൽ നിന്നൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ELCB ഉള്ളത്. ELCB എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലായി കഴിയുമ്പം, അതായത് നമ്മുടെ ഇൻസുലേഷൻ പ്രോബ്ലം കാരണം നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കറണ്ട് ഏതിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും? എർത്ത് വയറിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്കറിയാം അവിടെ റെസിസ്റ്റൻസ് കുറവാണ്. സോ എർത്ത് വയറിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എർത്ത് വയറിലൂടെ ഫ്ലോ ചെയ്ത് കഴിയുമ്പം, അതായത് എർത്ത് വയറിലൊരു കറണ്ട് ഫ്ലോ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ELCB ട്രിപ്പ് ആവും. ELCB വിൽ ട്രിപ്പ് ദ സർക്യൂട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോക്കിൽ നിന്ന് സേവ് ആക്കുന്നു. അതായത് എന്തെങ്കിലും ഇൻസുലേഷൻ പ്രോബ്ലം കാരണം ഏതെങ്കിലും തരത്തിൽ ബോഡിയിലേക്ക്, ഒരു ഡിവൈസിന്റെ ബോഡിയിലേക്ക് കറണ്ട് പാസേജ് ഉണ്ടാവുന്നു എന്ന് കണ്ടാൽ എന്ത് സംഭവിക്കും? ELCB വിൽ ട്രിപ്പ് ദ സർക്യൂട്ട്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ DC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന EMFന്റെ ഗ്രാഫിക ചിത്രീകരണം ഏത്? DC ജനറേറ്ററിന്റെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് DC ജനറേറ്ററിന്റെ ഏതായിരിക്കും? ദിസ് വൺ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതും ഒന്ന് നോക്കിയേക്കുക. ഫസ്റ്റ് വൺ വിച്ച് ഈസ് ദ AC ഓൾട്ടർനേറ്റീവ് കറണ്ട്, അതായത് രണ്ട് ദിശ ഉണ്ടാകും, ദിശ മാറിക്കൊണ്ടിരിക്കും, EMFലും തുടർച്ചയായിട്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതേതാണ്? AC ജനറേറ്റർ. Now what is this? This is the graph of DC battery. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഡയറക്ഷനും EMFും ചേഞ്ച് ചെയ്യുന്നില്ല, വിച്ച് ഈസ് കോൺസ്റ്റന്റ്, വിച്ച് ഈസ് നോട്ട് ചേഞ്ചിങ്. ആൻഡ് വാട്ട് അബൌട്ട് ഹിയർ? DC ജനറേറ്ററിൽ നമുക്കറിയാം സ്പ്ലിറ്ററിംഗ് ഉപയോഗിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. സോ ഡയറക്ഷൻ ഈസ് ചേഞ്ചിങ്, ബട്ട് ദ EMF, നമുക്ക് അവിടെ ഉണ്ടാവുന്ന EMF വേരി ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? സോ ദിസ് ഈസ് DC ജനറേറ്റർ. Next one, solenoids are used to make electromagnets. If the direction of DC current through the solenoid at the end facing us in the clockwise, which magnetic pole is developed in that end? ഒരു സോളിനോയിഡ് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ ഭാഗത്ത് എന്തായിരിക്കും പൊളാരിറ്റി? വിച്ച് ഈസ് ദ സൗത്ത് പോൾ. Now suggest two methods to increase the magnetic field strength of the solenoid. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാം? നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാം, ചുറ്റുകളുടെ എണ്ണം കൂട്ടാം. അതല്ലെങ്കിൽ വേറൊന്ന് കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടാം, ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഏത് സർക്യൂട്ടിലെ ബൾബാണ് കുറഞ്ഞ തീവ്രതയിൽ പ്രകാശിക്കുന്നത്? എന്താണ് ഈ രണ്ട് സർക്യൂട്ടിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം.
നോക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു 6 വോൾട്ട് DC ആണ്, ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു AC കറണ്ട് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ DC കറണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇവിടെ 3 വാട്ടിന്റെ ബൾബ് എന്ത് ചെയ്യും? സുഖമായിട്ട് നല്ല ഇന്റൻസിറ്റിയിൽ കത്തും. പക്ഷെ സെക്കൻഡ് ഡയഗ്രാം 6 വോൾട്ട് AC ആണ്. AC കറണ്ട് ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ്. ഓൾട്ടർനേറ്റീവ് കറണ്ട് ഈ കോയിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലെ? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സും ഉണ്ടാവും. പക്ഷെ DC ആകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരില്ല. AC ആകുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, which is known as the back EMF. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് EMF which will be in the opposite direction of applied AC. നമ്മൾ കൊടുത്ത ACയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ബാക്ക് EMF ഉണ്ടാവുക. അപ്പൊ അത് കാരണം ഇവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് എന്താകും? ഡിഗ്രീസ് ആകും. സോ 6 വോൾട്ട് കൊടുത്താലും നമ്മുടെ 3 വാട്ട് ബൾബ് അത്രയും ഇന്റൻസിറ്റിയിൽ കത്തില്ല. അപ്പം ഇന്റൻസിറ്റി കുറഞ്ഞ തീവ്രതയിൽ പ്രകാശിക്കുന്ന ഏതായിരിക്കും? ആൻസർ വിൽ ബി ബി. ഡയഗ്രാം ബി ആയിരിക്കും കുറഞ്ഞ ഇന്റൻസിറ്റിയിൽ പ്രകാശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദിസ് ബൾബ്. Reason I already explained it, which is the self-induction. Self-inductionൽ എന്ത് സംഭവിക്കും? ഒരു സോളിനോയിഡിലൂടെ ഒരു AC കറണ്ട് പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാകും. That back EMF is in the opposite direction of applied AC and it will decrease the voltage. Effective voltage decrease ചെയ്യും. Now moving on to the next chapter. Izan, hello miss. Hello. Okay, red bat is commented. Okay, back EMF. Next chapter. Chapter is Vision and World of Color. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇതിന്റെ മുന്നേ ഉള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ സച്ചിൻ സാർ ഓൾറെഡി ടേക്കൺ. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണിത്. റെഡി ആണല്ലോ? അപ്പൊ തുടങ്ങാം. Why does Newton's color disk appears to be white when it is rotated at high speed? ന്യൂട്ടൺസ് കളർ ഡിസ്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ന്യൂട്ടൺ കളർ ഡിസ്ക് എന്തുകൊണ്ടാണ് നമുക്ക് വൈറ്റ് കളർ? നമുക്കറിയാം ന്യൂട്ടൺ കളർ ഡിസ്ക് എന്ന് പറയുന്നത് 7 കളേഴ്സ് ഉണ്ടാകും. ഈക്വൽ റേഷ്യോസിൽ നമ്മുടെ വിബ്ജിയോ 7 കളേഴ്സ് ഉണ്ടാകും. അത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ ഓൺലി സീ ദ വൈറ്റ് കളർ. വൈ ഇറ്റ് ഈസ് ഓർ what is the reason? റീസൺ എന്ന് പറയുന്നത് ദ വിഷൻ ഓഫ് പെർസിസ്റ്റന്റ്, നമ്മളുടെ വീക്ഷണ സ്ഥിരത, കണ്ണിന്റെ വീക്ഷണ സ്ഥിരത കാരണമാണ്. അതായത് കണ്ണിന് ഒരു 1/16 സെക്കൻഡ്, അതിൽ ഒരു 0.625 സെക്കൻഡ്സ് ആണ് ഒരു ഇമേജ് നമ്മളുടെ കണ്ണിൽ പതിയുന്നത്, റെറ്റിനയിൽ പതിയാൻ എടുക്കുന്ന സമയം. സോ വിത്തിൻ ദാറ്റ് ടൈം there are lot of colors is overlapping and the image is formed. Due to that the only white color is formed. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി വെക്കേണ്ടത് വിഷൻ ഓഫ് പെർസിസ്റ്റന്റ്, കണ്ണിന്റെ വീക്ഷണ സ്ഥിരത, ആൻഡ് ഇറ്റ് ഈസ് 1/16 സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? ഗിവ് മീ എ മിനിറ്റ്. Okay, so this is vision of persistence. Clear? Now the next one. The figure given below shows the dispersion of white light when it is passed through a prism. ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഡിസ്പേർഷൻ നടക്കും. സോ ദാറ്റ് there will be VIBGYO. Which color deviates more? ഇവിടെ വയലറ്റ് വി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വയലറ്റ് ആൻഡ് റെഡ് ഈസ് ഓൾസോ ഗിവൻ. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്? ഇതിലിപ്പോൾ ഏത് കളറിനാണ് ഏറ്റവും കൂടുതൽ? ഇത് ഡീവിയേഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് നേരെയായിരുന്നു പോകേണ്ടി വന്നത്. ഇതിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു? ഏതാണ് മാക്സിമം ഡീവിയേറ്റ് ചെയ്തത്? വിച്ച് ഇസ് വയലറ്റ്.
Okay, so the question is, in which condition do all the component colors of white light undergoes the same scattering? എപ്പോഴാണ് ഒരേപോലെ സ്കാറ്ററിംഗ് നടക്കുന്നത്? എപ്പോഴാണ് ഒരേപോലെ വിസരണം നടക്കുന്നത്? എല്ലാ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് ഹയർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. അല്ലെങ്കിൽ ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത്തിനേക്കാളും കമ്പാരിറ്റീവ്ലി സൈസ് നമുക്കറിയാം അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് വിത്ത് ഡിഫറെൻറ്റ് സൈസ് അല്ലേ. അപ്പോൾ ചെറിയ സൈസ് ആണെങ്കിൽ അവിടെ സ്കാറ്റേർഡ് ആവുന്ന ഏതായിരിക്കും? സ്കാറ്ററിംഗ് പെട്ടെന്ന് നടക്കുന്ന ഏതാണ്? വയലറ്റിനാണ്. സ്കാറ്ററിംഗ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് റെഡിനാണ്. അപ്പം എല്ലാം ഒരേപോലെ സ്കാറ്റേർഡ് ആവണമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ ബിഗ് സൈസ്ഡ് പാർട്ടിക്കിൾ ദെൻ ഇറ്റ് വിൽ സ്കാറ്റേർഡ് ഈസിലി ഫോർ എവറിഥിങ്. Next one, observe the figure in which image formation in an eye is given. ഇവിടെ ഒരു ഐൻ്റെ ഇമേജ് ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. നെയിം ദ ഡിഫക്റ്റ് ഇൻ ദിസ് ഐ. ഈ കണ്ണിൻ്റെ ന്യൂനത ഏത് പേരിൽ അറിയപ്പെടുന്നു? നോക്കേണ്ട കാര്യം ഇവിടെ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? റെറ്റിന ഇവിടെയാണ്. റെറ്റിനയിലല്ല ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്, റെറ്റിനയ്ക്ക് മുന്നിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. സോ വിച്ച് ഈസ് മയോപ്പിയ. മയോപ്പിയ ആണെന്ത് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് റെറ്റിനയ്ക്ക് മുന്നിലാണ് ഇമേജ് ഫോർമേഷൻ. Now, what are the reasons for this defect? ഇങ്ങനെ ഇമേജ് ഫോർമേഷൻ നടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? There are mainly two reasons. ഒന്ന്, നമ്മുടെ ലെൻസിന്റെ പവർ കൂടി പോകുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഇമേജ് കൺവേർട്ട് ചെയ്യുന്നു, അതായത് നമ്മുടെ റേ ഓഫ് ലൈറ്റിനെ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നു. സോ ഫസ്റ്റ് വൺ, മേ ബി ദ പവർ ഓഫ് ദ ലെൻസ് വിൽ ബി ഇൻക്രീസ്ഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഐബോളിന്റെ ലെങ്ത് കൂടി പോകുന്നതും കാരണമാകാം. ലെങ്ത് ഓഫ് ദ ഐബോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, സജസ്റ്റ് എ റെമഡി ഫോർ ദിസ്. ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗം. യൂസ് എ കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസ് ഉള്ള മിറർ നമ്മളുടെ സ്പെക്സ് ഉപയോഗിച്ചാൽ തീരുന്ന പ്രശ്നമാണ് അല്ലേ. അപ്പം യൂസ് എ കോൺകേവ് ലെൻസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ ലീസ്റ്റ് സ്കാറ്റേർഡ് കളർ ഇൻ സൺലൈറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ വയലറ്റ്, ഗ്രീൻ, ബ്ലൂ, റെഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് സ്കാറ്റേർഡ് ആവുന്ന ഏതാണ്? ഏതായിരിക്കും ഏറ്റവും കുറവ് സ്കാറ്റേർഡ് ആവുന്നത്? വിച്ച് ഇസ് റെഡ്. Next one, select the odd one from the group. Reflection, dispersion, refraction, persistence of vision. അപ്പോൾ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇതിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഒഴികെ ബാക്കി മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈറ്റിൻ്റെ ഫിനോമിനയാണ് അല്ലേ, ദ ഓപ്റ്റിക്കൽ ഫിനോമിനാസ് ഓഫ് ലൈറ്റ്. പക്ഷേ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ്. സോ ദിസ് വിൽ ബി ദ ഓഡ് വൺ. Rainbow is formed due to the dispersion of sunlight. Okay, what is dispersion? What is dispersion? Splitting of white light into its constituent colors. അല്ലേ, ഡിഫറെൻറ്റ് കോമ്പണൻസ് ആയിട്ട് വൈറ്റ് ലൈറ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ധവളപ്രകാശം വിഘടനം സംഭവിച്ച് 7 വർണ്ണങ്ങളായി പിരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഇൻ ദ സൺലൈറ്റ് ഇൻ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആസ് ദ റെയിൻബോ ഫോംസ്. എക്സ്പ്ലെയിൻ. മഴവിലുണ്ടാകുമ്പോൾ സൂര്യപ്രകാശത്തിന് ജലകണികയിൽ ഉണ്ടാകുന്ന വ്യതിയാനം എങ്ങനെയൊക്കെയാണ്, അതെന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, ഇഫ് ഇറ്റ് ഈസ് ദ റെയിൻ ഡ്രോപ്സ്, ദെൻ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് എൻ്റർ ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ് ഓർ വി ക്യാൻ സേ ഇറ്റ് വിൽ ഗെറ്റ് ഡിസ്പേഴ്സ്ഡ്. ആൻഡ് ഇത് റെഡ് കളർ ആൻഡ് ദിസ് ഇസ് ദ വയലറ്റ്. ഇങ്ങനെ ഡിസ്പേർഷൻ നടന്നതിന് ശേഷം എന്ത് സംഭവിക്കും? അതർ സർഫസിൽ വെച്ചിട്ട് ഇറ്റ് വിൽ അണ്ടർഗോ ദ ഇന്റേണൽ റിഫ്ലക്ഷൻ. ആന്തരിക പ്രതിപതനത്തിന് കാരണമാകും. നോട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇന്റേണൽ റിഫ്ലക്ഷൻ. കാരണം കുറച്ച് ലൈറ്റ്സ് എന്ത് ചെയ്യും? ഇവിടുന്ന് റിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ടാകും, കുറച്ച് ലൈറ്റ് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യും, റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടുന്ന് എന്താ നടക്കുക? അപവർത്തനം നടക്കും, വിച്ച് മീൻസ് റിഫ്രാക്ഷൻ നടക്കും. Okay, this will be the violet and this will be the red. So എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഡിസ്പേർഷൻ, നോട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഓർത്ത് വയ്ക്കുക. പ്രകീർണനം നടക്കുന്നുണ്ട്, ദെൻ ആന്തരിക പ്രതിപതനം നടക്കുന്നുണ്ട്, ആഫ്റ്റർ ദാറ്റ് അപവർത്തനം. ക്ലിയർ? നെക്സ്റ്റ് വൺ, റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ദാറ്റ് കോസ്ഡ് ബൈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത നമുക്ക് അനുഭവപ്പെടുന്ന കുറച്ച് സമയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഫാൻ വളരെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ വി കുഡ് നോട്ട് ബി ഡിസ്റ്റിങ്വിഷ് ദ 3 ലീവ്സ്. അതിൻ്റെ 3 ഫാനിൻ്റെ ലീവ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ സീംസ് ടു ബി ലൈക്ക് 1 അല്ലേ. അത്രയും സ്പീഡിൽ ഫാൻ കറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റൊന്നും ആര്യ തോന്നുള്ളൂ, നമുക്ക് 3 എണ്ണം അതിൻ്റെ ലീവ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ചന്ദനത്തിരിയൊക്കെ എന്തെങ്കിലും കത്തിച്ചിട്ട് ഇങ്ങനെ വളരെ സ്പീഡിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ സീ ഇറ്റ് ആസ് എ സർക്കിൾ അല്ലെ, ഒരു സർക്കിൾ ഷേപ്പിൽ ഉള്ളതുപോലെ തോന്നും, അല്ലെ സർക്കിൾ ഷേപ്പിൽ തീ ഉള്ളതുപോലെ തോന്നും. ഇതൊക്കെ എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അല്ലെങ്കിൽ മഴത്തുള്ളികൾ ചിലപ്പോൾ ഒരു സ്ഫടികം പോലെ തോന്നുന്നതൊക്കെ എന്താണ്? വിച്ച് ഈസ് ഓൾസോ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ.
Next one, which color of sunlight is most scattered in the atmosphere? അന്തരീക്ഷ മണ്ഡലത്തിൽ വെച്ച് കൂടുതൽ വിസരണം സംഭവിക്കുന്ന കളർ ഏതാണ്? ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന ഏതാണ്? വിച്ച് ഇസ് വയലറ്റ് അല്ലേ? വിബ്ജിയോറിൽ ഏറ്റവും കൂടുതൽ വയലറ്റ് ആൻഡ് ബ്ലൂ ഈ കളേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ വിസരണം സംഭവിക്കുന്നത്, സ്കാറ്ററിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ റെഡ് കളർ ഓഫ് റൈസിംഗ് ആൻഡ് സെറ്റിംഗ് സൺ. എന്തുകൊണ്ടാണ് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും റൈസിംഗ് ആൻഡ് സെറ്റിംഗ് ഓഫ് സൺ എന്തുകൊണ്ടാണ് നമുക്ക് റെഡ് കളർ കൂടുതലായിട്ട്, അല്ലെങ്കിൽ റെഡ് ഒരു ഓറഞ്ച് മിക്സ് ഉള്ള കളേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ വിസിബിൾ ആവുക? വാട്ട് ഈസ് ദ റീസൺ? ഇവിടെ നോക്കുക, നമ്മളുടെ ഹൊറൈസണിൽ ഒരാൾ നിൽക്കുന്നു ആൻഡ് ഇതാണ് നമ്മളുടെ സൺ റൈസ് എന്ന് വിചാരിക്കുക, ഇവിടെ സൺസെറ്റും ആണെന്ന് വിചാരിക്കുക. സോ ഈ സമയത്ത് ഒബ്സർവറുമായിട്ടുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, കമ്പയർഡ് ടു ദ സൺ എബവ്. സൺ നേരെ മുകളിൽ ഉച്ച സമയത്ത് 12 മണിക്ക് നേരെ മുകളിലാവുന്നതിനേക്കാളും ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും ഈ സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും. ഈ സമയത്ത് ഈ ഡിസ്റ്റൻസ് കൂടുതലാവുന്നത് കാരണം തന്നെ നമ്മളുടെ സൂര്യപ്രകാശം അത്രയും ദൂരം സഞ്ചരിക്കണ്ടേ. സോ അന്തരീക്ഷത്തിലെ കണികളിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് നടക്കും. ബാക്കി കളേഴ്സൊക്കെ, മോസ്റ്റ് ഓഫ് ദ കളേഴ്സ്, വേവ് ലെങ്ത് കുറവുള്ള കളേഴ്സൊക്കെ എന്താവും? സ്കാറ്റേർഡ് ആയി പോകും. ഇങ്ങനെ സ്കാറ്റേർഡ് ആയി പോകുന്ന കാരണം വേവ് ലെങ്ത് കൂടിയ റെഡ് കളർ ആൻഡ് സംടൈംസ് ഓറഞ്ച്, ഈ കളേഴ്സ് മാത്രമായിരിക്കും ഇത്രയും ദൂരം സഞ്ചരിച്ച് വരിക. അപ്പം ഡ്യൂ ടു ദാറ്റ് ദ വേവ് ലെങ്ത് കൂടുതലാണ്, കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് സ്കാറ്ററിങ്ങിന് അണ്ടർഗോ ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റൈസിങ് സമയത്തും സെറ്റിലിംഗ് സമയത്തും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? റെഡ് കളർ വിസിബിൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, in order the order of various colors observed in the spectrum of sunlight is given below. Choose the correct order. Blue, violet, green, red, violet, blue, yellow, red, കുറേ കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം വിബ്ജിയോ is the order. So the second one. Okay, violet, blue, yellow, red. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർഡർ ഒന്ന് നോക്കി വെക്കുക, വിബ്ജിയോ എന്നുള്ളത് മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, എനർജി മാനേജ്മെന്റ്, ദ ലാസ്റ്റ് ചാപ്റ്റർ, ഊർജ പരിപാലനം. ഓക്കെ, so the first question from the last chapter, what is meant by the term energy crisis? ഊർജ പ്രതിസന്ധി എന്നാൽ എന്ത്? ഒരു സാധനത്തിന് പ്രതിസന്ധി വരിക എപ്പോഴാണ്? എനർജി ക്രൈസിസ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്താ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻക്രീസിങ് ദ ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് ദ അവൈലബിലിറ്റി. നമുക്കൊരു സാധനം ലഭിക്കുന്ന അളവ് കുറയുകയും പക്ഷേ അതിൻ്റെ ആവശ്യകത കൂടുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ക്രൈസിസ് ഉണ്ടാവുക. സോ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, but it will not get as much as the demand. ഡിമാൻഡിനനുസരിച്ച് അതിൻ്റെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യുന്നു. സോ ഇൻക്രീസിങ് ദ ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് ദ അവൈലബിലിറ്റി ഇസ് നോൺ ആസ് ദ എനർജി ക്രൈസിസ്. നെക്സ്റ്റ് വൺ, ഊർജ്ജ പ്രതിസന്ധിക്കുള്ള ഏതെങ്കിലും 2 കാരണങ്ങളും ഊർജ്ജ പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള 2 മാർഗങ്ങളും എഴുതുക. എനി റീസൺസ് ഫോർ എനർജി ക്രൈസിസ് ആൻഡ് 2 മെത്തേഡ്സ് ഫോർ മിനിമൈസ് ഇറ്റ്. എങ്ങനെയാണ് എനർജി ക്രൈസിസ് ഉണ്ടാകുന്നത്? ദർ ആർ മെനി റീസൺസ്. ഇൻക്രീസിങ് ദ പോപ്പുലേഷൻ ആൻഡ് urbanization ആൻഡ് മെഷീനറീസിയുടെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ അല്ലാത്ത ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? എനർജി ക്രൈസിസിന് കാരണമാകുന്നുണ്ട് ആണല്ലോ. നൗ ഹൗ വി ക്യാൻ മിനിമൈസ് ഇറ്റ്? യൂസ് ദ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ജുഡീഷ്യസ് യൂസേജ് ഓഫ് എനർജി. വളരെ ആവശ്യമുള്ള രീതിയിൽ മാത്രം പാഴാക്കാതെ എനർജി യൂട്ടിലൈസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, coal is divided into 4 categories. Peat, lignite are 2 among them. Which are the other 2? പീറ്റും ലിഗ്നൈറ്റും തന്നിട്ടുണ്ട്. കോളിനെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 2 ഏതാണ്? ഏതൊക്കെയാണ്? Which is bituminous coal, and anthracite. Next one, on what basis does coal is categorized like this? അതായത് ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്, പീറ്റ്, ലിഗ്നൈറ്റ് ഈ 4 എണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ ബേസിലാണ്? അക്കോർഡിംഗ് ടു ദ കാർബൺ കണ്ടന്റ്. അതായത് കോളിൽ അടങ്ങിയിട്ടുള്ള കാർബൺ കണ്ടന്റിന്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ദ കാർബൺ കണ്ടന്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ കോൾ ഇസ് ഡിസ്റ്റിൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ? അതായത് വായുവിന്റെ അസാന്നിധ്യത്തിൽ ആംശിക സ്വേദനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ കോളിൽ നിന്ന് കിട്ടുന്ന 4 പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? coke, which is coke,
coal tar, coal gas, and ammonia. These are the four things. Okay. Next one, observe the relation between the terms in the first pair and complete the second pair. ഇവിടെ തന്നിട്ടുള്ളത് CNG, compressed natural gas. What is LNG? LNG is nothing but liquefied natural gas. Liquefied natural gas. Liquefied natural gas. Clear ആണല്ലോ? അപ്പോൾ CNG എന്താണ്? Compressed natural gas. LNG is liquefied natural gas. Next one, pick out the one which is not as a source of green energy. So first you have to understand what is green energy. എന്താണ് green energy അല്ലെങ്കിൽ ഹരിതോർജ്ജം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതും എൻവയോൺമെന്റൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാത്തതുമാണ് എന്ത്? ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു എനർജി സോഴ്സ്, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കരുത്, ആൻഡ് അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് എടുക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ഫ്യൂലും ആയിരിക്കരുത്. സോ അതിന് നമുക്ക് ഗ്രീൻ എനർജി എന്ന് പറയാം. ഇതിൽ നോക്കുക, സോളാർ സെൽ which is the green energy, windmill green energy, biogas source of green energy, but LPG liquefied petroleum gas which is from a fossil fuel, പെട്രോളിയത്തിൽ നിന്നാണ് LPG ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത് which is not a source of green energy. Okay. Next one, green energy is the energy of the future. Explain the statement based on the energy crisis. ഹരിതോർജ്ജം ഭാവിയുടെ ഊർജ്ജ സ്രോതസ്സാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവന ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുക. സോ വാട്ട് ഈസ് എനർജി ക്രൈസിസ്? ഇൻക്രീസിങ് ദ ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് ദ അവൈലബിലിറ്റി. പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആവശ്യകത കൂടുകയും പക്ഷെ നമുക്ക് കിട്ടുന്ന ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും? എനർജി ക്രൈസിസ് ഒക്കെ ഉണ്ടാകും. സോ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിസൺ, ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസേജ് കൂടുന്നതിനനുസരിച്ച് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് കൂടുന്നു ആൻഡ് അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ ഫോസിൽ ഫ്യൂവൽസിന് പകരം നമ്മളൊരു റീന്യൂവബിൾ സോഴ്സ് എന്നുള്ള ഫ്യൂവൽസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ കുറഞ്ഞു കിട്ടും? ഫ്യൂവൽസിൻ്റെ എനർജി ക്രൈസിസ് ഉണ്ടാവുകയില്ല, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ഫോർ ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു മലിനീകരണം ഉണ്ടാവില്ല, ആൻഡ് വി ക്യാൻ സേവ് ദ എനർജി ഫോർ ഫ്യൂച്ചർ. ഓക്കെ, സോ ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ആൻഡ് റീന്യൂവബിൾ എനർജി സോഴ്സ്. നെക്സ്റ്റ് വൺ, ഹൗ ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ്. എങ്ങനെയാണ് ഫോസിൽ ഇന്ധനം ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? നമുക്കറിയാം, പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല ഫോസിൽ ഫ്യൂവൽ. എടുക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ദശലക്ഷക്കണക്കിന് വർഷം മുന്നേ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് പോയിട്ടുള്ള, അതായത് ഭൂമിയുടെ ക്രസ്റ്റിൻ്റെ ഉള്ളിലായി പോയിട്ടുള്ള ആനിമൽസ്, പ്ലാന്റ്സ്, ഇതിനൊക്കെ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫോസിൽ ഫ്യൂവൽസ് ഫോം ചെയ്യുന്നത്. So the animals and plants went under the earth crust millions of years ago and it undergo the transformation. ഏതൊക്കെ കണ്ടീഷനിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, മണ്ണിനടിയിൽ എന്തായിരിക്കും? അത്രയും ആഴത്തിലാണ് മണ്ണിനടിയിൽ എന്തൊക്കെയായിരിക്കും? ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. സോ ഈ മൂന്ന് കണ്ടീഷനിലും ഈ പ്ലാന്റ്സിനും ആനിമൽസിനും ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. മെയിൻലി നിങ്ങൾ പഠിച്ച ഫോസിൽ ഫ്യൂവൽസ് ഏതൊക്കെയാണ്? കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ്. നെക്സ്റ്റ് വൺ, കൽക്കരിയുടെ ആംശിക സ്വേദനം വഴി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്, അമോണിയ. ഇതിൽ കോൾ ഗ്യാസും അമോണിയ വിച്ച് ഇസ് ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. Next one, analyze the relationship between the terms in the first pair and complete the second one accordingly. LPG, liquefied petroleum gas. അവിടെ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടൈൻ എന്നാണ്. CNG, compressed natural gas. We have to fill it. What is? അതായത് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് LPGയിലെ മെയിൻ കോമ്പണൻ്റ് ആണ്. സോ വി ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് ദ മെയിൻ കോമ്പണൻറ്റ് ഇൻ CNG. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലും വരാം. ഇവിടെ CNGക്ക് പകരം LNGയും വരാം. കാരണം CNGയിലെയും LNGയിലെയും മെയിൻ കോമ്പണൻറ്റ് ബോത്ത് ആർ സെയിം, which is methane. Methane. Next one, tabulate the following energy source as a green energy and brown energy. ചുവടെ നൽകിയിരിക്കുന്ന ഊർജ്ജ ഉറവിടങ്ങളെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. ഗ്രീൻ എനർജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ബ്രൗൺ എനർജി ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്, വിച്ച് മീൻസ് ദ എനർജീസ് ഫ്രം നോൺ റീന്യൂവബിൾ എനർജി സോഴ്സ്. അതായത് പിന്നെയും കിട്ടുന്ന സ്ഥലത്തു നിന്നുള്ള എനർജീസ് ആയിരിക്കില്ല.
and it will cause the environmental pollution. Environmental pollution പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായിരിക്കും. Basically the fossil fuels. Okay. So ഇവിടെ അതിനനുസരിച്ച് ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാഫ്ത ഏതായിരിക്കും? നാഫ്ത is from petroleum and petroleum is a fossil fuel. So this is brown energy. And biogas, green energy. Sun, green energy. Coal, which is a fossil fuel, brown energy. Wind is green energy. CNG from natural gas, it is fossil fuel. So this is also brown energy. Write any two products obtained while coal is distilled in the absence of air. പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. Next one. What will be the marking on a cooking gas cylinder that has a maturity period up to March 2020? Maturity period കാലാവധി എന്ന് പറയുന്നത് മാർച്ച് 2020 ആണ്. എങ്ങനെ നമുക്കത് ഡീകോഡ് ചെയ്യാം? എല്ലാ സാധനത്തിനും ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട് അല്ലെ? നമ്മൾ പാക്കേജിന്റെ ബാക്കിൽ നോക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കാണും. സോ സിലിണ്ടറിന്റെ മുകളിലും ഉണ്ട്. അതെങ്ങനെ നമുക്ക് ഡീകോഡ് ചെയ്യാം? So just remember this, A, B, C, D. There we are using the 4 letters. And A for January, February, March. And this is for April, May, June. C for July, August, September. And D for October, November, December. ഇതിൽ 4 letters. ഓരോ ലെറ്റേഴ്സിലും നമ്മൾ 3 മന്ത്സ് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിൽ ലാസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹിയർ മാർച്ച്, ലാസ്റ്റ്, നോട്ട് ദ ലാസ്റ്റ് ലെറ്റർ, ദ ലാസ്റ്റ് മന്ത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ മാർച്ച്, ജൂൺ തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ബി, അല്ലെങ്കിൽ ബി തന്നു കഴിയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇപ്പം തരുവാണ് B20 എന്നാണ് തരുന്നതെന്ന് വിചാരിക്കാം. B20 ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ എന്താ മനസ്സിലാക്കണ്ടേ? ബി എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. ഇതിലെ ലാസ്റ്റ് മന്ത് ആണ് എടുക്കേണ്ടത്. സോ ജൂൺ 2020. ഓക്കെ. അപ്പം ലാസ്റ്റ് 4 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലാസ്റ്റ് 4 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഇയർ. ഇവിടെ തന്നിട്ടുള്ളത് മാർച്ച് 2020. സോ വി ക്യാൻ റൈറ്റ് A20. നെക്സ്റ്റ് വൺ, റൈറ്റ് എനി 2 പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻസ് ഡ്യൂ ടു LPG ലീക്കേജ്. LPG ലീക്കേജ് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? Always keep the LPG cylinder in a straight position and avoid the excess heat contact with the cylinder. അതായത് കുറേ ചൂടും തീയും കുറേ സൂര്യപ്രകാശം ഒന്നും ഉള്ളിടത്ത് കൊണ്ടുപോയിട്ട് എന്ത് വെക്കരുത്? LPG സിലിണ്ടർ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. നെക്സ്റ്റ്, റെഗുലർലി ചെക്ക് ദ റബ്ബർ ട്യൂബ് കണക്റ്റഡ് ടു ദ ഗ്യാസ് സ്റ്റൗ. ഓക്കെ, സ്റ്റൗവും സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ റബ്ബർ ട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടാകും and will cause a damage. Next one, name the system that converts nuclear energy to electrical energy, which is nuclear reactors. ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ ഞാൻ 2 പോയിന്റ്സും കൂടി പറയാം. ന്യൂക്ലിയർ എനർജി എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യു ലേൺ 2 മെത്തേഡ്സ്, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ? ഒരു ഹെവിയർ ന്യൂക്ലിയെ ബൈ ബൊംബാഡിങ് വിത്ത് എ സ്ലോ ന്യൂട്രോൺ, ഒരു ന്യൂട്രോണുമായിട്ട് ബൊംബാഡ് ചെയ്ത് കഴിയുമ്പം, കൂട്ടിയിടിച്ച് കഴിയുമ്പം എന്തായിരുന്നു? 2 ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയാം. ഓക്കെ. ആൻഡ് എപ്പോഴാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എങ്ങനെയാണ്? 2 ലൈറ്റർ ന്യൂക്ലിയെ കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയ ആവുന്നു ആൻഡ് ഇറ്റ് വിൽ റിലീസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ദിസ് ഈസ് നോൺ ആസ് ദ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓർത്ത് വെക്കേണ്ട കാര്യം, ന്യൂക്ലിയർ ഫ്യൂഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ഫിഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ലാബ് എൻവയോൺമെന്റിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. സണ്ണിലും സ്റ്റാർസിലും ഒക്കെ നടക്കുന്ന എനർജി ക്രിയേഷന്റെ സോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ. അപ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ലൈറ്റർ ന്യൂക്ലിയെ കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയെ ഫോം ചെയ്യുന്നു. ത്രൂ ദാറ്റ് ദ എനർജി ഈസ് റിലീസിങ്. ആൻഡ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഒരു ഹെവിയർ ന്യൂക്ലിയെ സ്ലോ ന്യൂട്രോണുമായിട്ട് ബൊംബാഡ് ചെയ്ത് കഴിയുമ്പം 2 ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ബൈ റിലീസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ക്ലിയർ? നെക്സ്റ്റ് വൺ, എനർജി ക്രൈസിസ് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ബട്ട് ഡിക്രീസിംഗ് ദ അവൈലബിലിറ്റി. Write any 4 possible steps to be taken to reduce the energy crisis as far as possible. എന്തൊക്കെ ചെയ്യാം? ജുഡീഷ്യസ് യൂസേജ് ഓഫ് എനർജി, ജുഡീഷ്യസ് യൂസേജ് ഓഫ് വാട്ടർ, ആൻഡ് ദെൻ അതായത് പാഴാക്കാതിരിക്കുക. വെള്ളം, അതേപോലെ നമ്മളുടെ ബാക്കിയുള്ള എനർജി സോഴ്സസ് ഒന്നും അനാവശ്യമായി പാഴാക്കാതിരിക്കുക. ആൻഡ് മാക്സിമം യൂസേജ് ഓഫ് റീന്യൂവബിൾ സോഴ്സസ്, സൺലൈറ്റ്, അതായത് നമ്മളുടെ സോളാർ എനർജി ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുക, മോർ ദാൻ ദ ഫോസിൽ ഫ്യൂവൽസ്. ആൻഡ് ദെൻ
we can control the street lights by using the LDR. LDR ഉപയോഗിച്ചിട്ട് street lights control ചെയ്യാം. Okay. So that's it, the 4th chapter. So basically overall we completed the 7 chapters. I hope it is clear. The important questions are നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. So do the proper revisions and just revise your notes and all, and then do other important questions and all. Okay, that's it. All the best. What is the output gap of DC motor പറഞ്ഞാണോ? അതിന്റെ ആവശ്യമില്ല. So that's it. Thank you. All the best. Bye bye.